ഇൻറ്റു ബി അല്ലേ, അതായത് 2 -4 -1 -2 എന്ന് എഴുതി. -2 കറക്റ്റ് അല്ലേ? സോറി 1 ഇതാരാ +1. ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. സോറിയടാ, സോറി മുത്തുമണികളെ. അപ്പോൾ അടുത്തത് ഇൻറ്റു ഒന്നുകൂടി എഴുതണ്ടേ, 2 -4 അതേപോലെ 1 -2 അല്ലേ, മൾട്ടിപ്ലൈ ചെയ്യണ്ടേ. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 2 × 2 4 4 - 4 എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. അടുത്തത് -8 +8 എന്ന് പറയുമ്പോൾ 0 എന്ന് കിട്ടും. അടുത്തത് 0 കിട്ടും. 2 - 2 അടുത്തതും 0 കിട്ടും. b² 0 ആണ്. b² ആരാ? 0 ആണ്. b² 0 ആണെങ്കിൽ അടുത്ത ഹയർ പവർ ഏത് കണ്ടുപിടിച്ചാലും അത് ആരായിരിക്കും? 0 ആയിരിക്കും. മോനെ, കിട്ടുന്ന ക്ലാസ് ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് മാക്സിമം നിനക്ക് പിന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്നിട്ട് നാളത്തെ എക്സാം നന്നായിട്ട് പോയി എഴുതുക അല്ലേ. ആദ്യം മെട്രിക്സിൻ്റെ അന്നൊക്കെ ക്വസ്റ്റ്യൻ സ്ഥിരം ചോദിക്കുന്നുണ്ട്, സ്ഥിരം പാറ്റേൺ ചോദിക്കുന്നുണ്ട്. അതൊന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ b³ എന്ന് പറഞ്ഞാലും 0 മെട്രിക്സാണ് കിട്ടുക. b⁻100 എന്ന് പറഞ്ഞാലും എന്ത് കിട്ടും? 0 മെട്രിക്സ് ആണ് കിട്ടുക. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തേലും പറഞ്ഞത് സം ഓഫ് ഓൾ എലമെന്റ്സ് ഓഫ് b⁻100 എന്നാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ സം ഈക്വൽ ടു എത്ര കിട്ടും? 0 എന്ന് കിട്ടും. സം ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇതിന്റെ ആൻസർ എത്രയാ? 0 എന്ന് പറയാം. ഇതിന്റെ ആൻസർ എന്താണെന്ന് പറയാ? 0 എന്ന് പറയാ. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് ബിയും എയും a² a³ ഒക്കെ കാണുന്ന സമയത്ത് ഒരു പാറ്റേൺ കാണാൻ പറ്റും. അത് വെച്ചുകൊണ്ടാണ് നമ്മൾ ജനറൽ ഫോമിലേക്ക് എഴുതുന്നത്. അങ്ങനെയാണ് ഞാൻ എന്ത് എഴുതിയത്? a⁻n എഴുതി കഴിഞ്ഞിരിക്കുന്നത്. നോക്കണം, ഓരോ നമ്പറും അടുത്തല്ലേ a²ലെയും എയിലെയും a³ നമ്പേഴ്സ് തമ്മിലെ കണക്ഷൻ നോക്കണം. എന്നിട്ടാണ് എഴുതേണ്ടത്. റെഡിയാണ് എന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ 5ാമത്തെ ഒരു ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. എന്താണ് 5ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് എന്ന് നോക്കാം. ഇതാണ് 5ാമത്തെ ക്വസ്റ്റ്യൻ. ഈ ഒരു പാറ്റേണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ജെയിൽ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. എന്താ പറയുന്നത്? ലെറ്റ് ഡിറ്റ് a = 6 where a is a 3/3 matrix. If dit of edge of 3 into edge of a² edge of 2a equal to 2m into 3n. where m and n are natural number, then m plus n. എടാ, ഈ ഡിറ്റിന്റെ വാല്യൂ എത്രയാ തന്നത്? 2m into 2n 3n എന്നാ തന്നത്. എങ്കിൽ m plus n വാല്യൂ എന്താണെന്നാ ചോദിച്ചത്. അതായത് ആദ്യം തന്നിരിക്കുന്ന ഡാറ്റ ഞാനൊന്ന് എഴുതുന്നു. ഡിറ്റ് ഓഫ് edge of 3 into edge of a² into edge of എന്താണ് 2a എന്ന് എഴുതി. ഇതല്ലേ നമുക്ക് ആദ്യം തന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് അറിയേണ്ട റിസൾട്ട് ഉണ്ട്. എന്താണ് ഡിറ്റ് ഓഫ് എഡ്ജ് എ എന്താണെന്ന്? ഡിറ്റ് ഓഫ് എഡ്ജ് എ എന്താണെന്ന് പറഞ്ഞാൽ എ എന്ന മെട്രിക്സിന്റെ ഓർഡർ n ആണെങ്കിൽ ഇത് ഡിറ്റ് a⁻n-1 ആണ്. ഡിറ്റ് a⁻n-1 എക്സ്പോണന്റ് 1 വീതം കുറയും. അങ്ങനെയാണെങ്കിൽ അതേ പ്രോപ്പർട്ടി നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. കാരണം എഡ്ജ് ഓഫ് ഒരു മെട്രിക്സ് അവിടെ കാണുന്നത് ഈ എ മെട്രിക്സിന്റെ സ്ഥാനത്തുള്ളതാണ് ഇത്രയും വലിയ ആൾക്കാർ അല്ലേ. ആ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, എയുടെ ഓർഡർ ആരാണ്? 3 ആണ് എയുടെ ഓർഡർ തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനാ ഡിറ്റ് ഓഫ് 3 into എഡ്ജ് ഓഫ് a² into അടുത്തത് എഡ്ജ് ഓഫ് എന്ത് എഴുതാ? 2a എന്ന് എഴുതാം. കഴിഞ്ഞില്ല, raised-n-1 വേണം എന്ന് പറഞ്ഞാൽ 3-1 ആണ്. എന്ത് എഴുതാ? 2 എന്ന് എഴുതാം. എഴുതിക്കൂടെ? ഇനി വീണ്ടും നിങ്ങൾ ഒരു പ്രോപ്പർട്ടി പഠിക്കുന്നുണ്ട്. ഏത് പ്രോപ്പർട്ടി? ഡിറ്റ് ഓഫ് KA എന്ന പ്രോപ്പർട്ടി. അതെങ്ങനെയാ പഠിച്ചത്? k⁻n into ഡിറ്റ് a എന്നാ പഠിച്ചത്. അതേ പ്രോപ്പർട്ടി നോക്കണേ, അതേ പ്രോപ്പർട്ടി നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇത്രയും ഭാഗം എ മെട്രിക്സ്. ഇതാണ് നമ്മുടെ കോൺസ്റ്റന്റ് ആയ കെ, സ്കേലാർ ആയ കെ അല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഓർഡർ എത്രയാണ്? 3 ആയതുകൊണ്ട് ഇതിനെ എഴുതുമ്പം ആദ്യം എന്ത് എഴുതുമ്പോ എന്ത് എഴുതാ? 3³ എന്ന് എഴുതാം. പക്ഷേ
ഒരു കുഴപ്പമുണ്ട്, ഇതിൻ്റെ റേസ് ടു എത്ര കിടക്കുന്നുണ്ട്? ഇവിടെ 2 കിടക്കുന്നുണ്ട്, ഹോൾ സ്ക്വയർ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിനെ എഴുതുമ്പോൾ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക, ഹോൾ സ്ക്വയർ എന്നും കൂടിയും കിടക്കുക. അതായത് 3�6 എന്ന് കിട്ടും. എത്ര കിട്ടും? 3�6 എന്ന് കിട്ടും. ബാക്കി വരുന്നത് ഡിറ്റ് ഓഫ് അഡ്ജ് ഓഫ്, അടുത്തതാരാ? എ സ്ക്വയർ ഇൻറ്റു അഡ്ജ് ഓഫ് ആരാണ്? 2a എന്ന് എഴുതാ, ഹോൾ സ്ക്വയർ. തെറ്റിയിട്ടില്ലല്ലോ? വീണ്ടും അഡ്ജിന്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. ഡിറ്റ് ഓഫ് അഡ്ജ് എന്ന് പറഞ്ഞാൽ ഡിറ്റ് a⁻n−1 അല്ലേ? ആ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പം ഇതാ എവിടെ അപ്ലൈ ചെയ്യുന്നത്? നമ്മൾ ഇതിലാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇതിലാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. എയുടെ പൊസിഷനിൽ ആരാ വന്നിരിക്കുന്നത്? ഇത്രയും പേര് എയുടെ പൊസിഷനിലാണ്. അപ്പോൾ അഡ്ജ് ഒഴിവാക്കാം. എന്തൊഴിവാക്കാം? അഡ്ജ് ഒഴിവാക്കാം. അങ്ങനെ അഡ്ജ് ഒഴിവാക്കുമ്പോൾ ആദ്യം വന്നിരിക്കുന്നത് ആരാണ് മക്കളെ? 3�6 ആണ് അല്ലേ? അഡ്ജ് ഒഴിവാക്കുമ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് ഇത് ആരായിട്ട് മാറി? എ സ്ക്വയർ ഇൻറ്റു അഡ്ജോയിന്റ് ഓഫ് 2a എന്ന് കിട്ടും, റേസ് ടു 3−1. 3−1 എന്ന് പറഞ്ഞാൽ 2. ഓൾറെഡി അവിടെ ഒരു 2 ഉണ്ട്. 2 × 2 എന്തായിട്ട് മാറി? 4 ആയിട്ട് മാറി. നോക്കണേ മക്കളെ എങ്ങനെയാണ് വന്നിരിക്കുന്നതെന്ന്. അതായത് ഇത് ഓൾറെഡി ഒരു 2 ഉണ്ട്. ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് റേസ് ടു 3−1 2 വന്ന് 2 × 2 എന്തായിട്ട് മാറി? 4 ആയിട്ട് മാറി. ഓക്കെ അല്ലേ? ഇനി ഇതാ വീണ്ടും ഞാൻ മറ്റൊരു പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്നത്. അതായത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്താണ് ഡിറ്റ് ഓഫ് എ ബി എന്ന്. ഡിറ്റ് ഓഫ് എ ബി എന്ന് പറഞ്ഞാൽ ഡിറ്റ് എ ഇൻറ്റു ആരാണ്? ഡിറ്റ് ബി. അതേ പ്രോപ്പർട്ടി ഇവിടെ അപ്ലൈ ചെയ്തൂടെ? ഇതാ ആദ്യ മെട്രിക്സ്, ഇതാണ് രണ്ടാമത്തെ മെട്രിക്സ്. ഒന്നാമത്തെ എയുടെ സ്ഥാനത്ത് എ സ്ക്വയർ, രണ്ടാമത്തത് ആരാ? അഡ്ജോയിന്റ് ഓഫ് 2a. ആ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ഇതിന് പുറമെ ആരുണ്ട്? 3⁻x ഉണ്ട്. ഇൻറ്റു ഡിറ്റർമിനന്റ് എ സ്ക്വയർ ആണ്, പക്ഷെ ഓൾറെഡി റേസ് ടു 4 അവിടെ ഉണ്ട്. അപ്പോൾ റേസ് ടു 4ഉം അതേപോലെ സ്ക്വയറും കൂടി ചേരുമ്പം എന്തായിട്ട് മാറും? ഡിറ്റ് a⁻8 ആയിട്ട് മാറും അല്ലേ? ഡിറ്റ് a⁻8 ആയിട്ട് മാറും. ഇൻറ്റു അഡ്ജോയിന്റ് ഓഫ് എന്ത് എഴുതാ? 2a ഹോൾ റേസ് ടു 4 എന്ന് എഴുതാം. ഇനിയോ ഡിറ്റർമിനന്റ് ഓഫ് എ ആരാ തന്നത്? 6 ആണ് തന്നത്. അതുകൊണ്ട് ഇതിനാ 3⁻6 ഇൻറ്റു 6⁻, എത്ര എഴുതാ? 8 എന്ന് എഴുതാം. 6⁻8 എന്ന് എഴുതിക്കൂടെ? വീണ്ടും അഡ്ജോയിന്റിന്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. എന്താ? ഡിറ്റ് ഓഫ് അഡ്ജ് എ എന്ന് പറഞ്ഞാൽ ഡിറ്റ് a⁻n−1 ആണ്. അപ്പോൾ ഇവിടെ ഡിറ്റ് 2a എന്നാ കിട്ടുക. റേസ് ടു 3−1 എന്ന് പറഞ്ഞാൽ 2 ആണ്. ഇൻറ്റു ആരുണ്ട്? ഒരു 4 ഉണ്ട്. റേസ് ടു 4 അല്ലേ? അപ്പോൾ എത്രയായിട്ട് മാറും? 8 ആയിട്ട് മാറും. മക്കളെ ഇത് 3⁻6. ഇനി 6⁻8 എനിക്ക് 2⁻8 ഇൻറ്റു 3⁻8 എന്ന് എഴുതാലോ. കാരണം നമ്മുടെ റൈറ്റ് സൈഡിൽ 2⁻3⁻2 എന്ന ഫോമിലേ ഉള്ളൂ. ഇങ്ങനെ എഴുതിക്കൂടെ? അപ്പോൾ എന്ത് കിട്ടും? അടുത്ത വീണ്ടും എന്താ? ഡിറ്റർമിനന്റ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്നത്. ഡിറ്റർമിനന്റ് ഓഫ് k⁻n ഇൻറ്റു ഡിറ്റ് എ. കെയുടെ സ്ഥാനത്ത് ആരാളുള്ളത്? 2 ആണ്. അപ്പോൾ 2⁻n എന്ന് പറയുന്നത് 3 ഇൻറ്റു ഡിറ്റ് എ റേസ് ടു ആരുണ്ട്? ഡിറ്റ് എ ഉണ്ട്, ഹോൾ റേസ് ടു ആര് കിടക്കുന്നുണ്ട്? 8. അതായത് ആദ്യം 3⁻, എത്ര കിട്ടി? 14. കറക്റ്റ് അല്ലേ? ഞാൻ എഴുതിയിരിക്കുന്നത് 3⁻14 അല്ലേ? തെറ്റിയില്ലല്ലോ? യെസ്, 3⁻14 ഇൻറ്റു 2⁻8 ഇൻറ്റു അടുത്തത് 2⁻, എത്ര കിട്ടും? 24 ഇൻറ്റു ഡിറ്റ് a⁻8 എന്ന് പറയുമ്പോൾ 3⁻14 ഞാൻ എഴുതിയേ ഇൻറ്റു 2⁻32 എന്ന് എനിക്ക് കിട്ടും. ഇൻറ്റു ഡിറ്റ് a⁻8 എന്ന് പറഞ്ഞാൽ 6⁻8. വീണ്ടും ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം മക്കളെ? ശ്രദ്ധിച്ചോളെ. 3⁻14 ഇൻറ്റു 2⁻32 ഇൻറ്റു 6⁻8 2⁻8 ഇൻറ്റു 3⁻8 എന്ന് മാറ്റി എഴുതാലോ. ഇങ്ങനെ മാറ്റി എഴുതാലോ അല്ലേ? അങ്ങനെ എഴുതുന്ന സമയത്ത് ആദ്യം 2 അല്ലേ നമുക്ക് മാറ്റി എഴുതേണ്ടത്? 2⁻2ന്റെ എക്സ്പോണന്റ് എന്തായിട്ട് മാറും? 40 ഇൻറ്റു 3⁻, ആരാ? 14 ആൻഡ് 8 ആണ് 22 എന്ന് കിട്ടും. ഇത് ഏത് ഫോമിലുണ്ട് എന്നാ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറയുന്നത്? 2⁻m ഇൻറ്റു എന്താ? 3⁻n. അതായത് എമ്മിന്റെ സ്ഥാനത്ത് 40 എന്ന് കിട്ടും, എന്നിന്റെ സ്ഥാനത്ത് എത്ര കിട്ടും? 30. അയ്യോ,
എന്നിൻ്റെ സ്ഥാനത്ത് എത്ര കിട്ടും? 22 എന്ന് കിട്ടും. കറക്റ്റ് ആണല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ m+n അല്ലേ കാണാൻ പറഞ്ഞത്? m+n എന്ന് പറയുമ്പോൾ 40 + 22 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആൻസർ എത്ര കിട്ടും മക്കളെ? 62 എന്ന് ഇതിൻ്റെ ആൻസർ കിട്ടും. ഫൈനൽ ആൻസർ 62 ആണ്. നോക്കി വെച്ചോ, ഈ മോഡല് പല തവണയായിട്ട്, ഈ മോഡലാണ്, ഈ കോപ്പി ക്വസ്റ്റ്യൻ, ഈ മോഡൽ പല തവണയായിട്ട് എക്സാമിന് ചോദിച്ചതാണ്. ക്ലിയർ ആണോ? നേരത്തെ ആൻസർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് കൃഷ്ണപ്രിയ, അതേപോലെ തന്നെ രണ്ടാമതാര സിനാനും ആൻസർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, നേരത്തെ പറഞ്ഞിട്ടുണ്ട്. റെഡിയാണ് എന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് പരിശോധിച്ച് നോക്കാം. ഇതാണ്. എന്താ? വീണ്ടും ഒരു 2/2 മാട്രിക്സ് തന്നിട്ടുണ്ട്. ലെറ്റ് ആൽഫ കോമ ബീറ്റ ഈസ് എ റിയൽ നമ്പർ സച്ച് ദാറ്റ് ആൽഫ a² പ്ലസ് ബീറ്റ a ഈക്വൽ ടു 2i എന്ന് തന്നിട്ടുണ്ട് അല്ലേ? ദെൻ ആൽഫ പ്ലസ് ബീറ്റയുടെ വാല്യൂ എന്താണെന്നാണ് ചോദിച്ചത്. ഏതിൻ്റെ വാല്യൂ? ആൽഫ പ്ലസ് ബീറ്റയുടെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അല്ലേ? അപ്പോൾ നമുക്ക് 2/2 മാട്രിക്സ് ആയതുകൊണ്ട് കെയ്ലി ഹാമിൽട്ടൺ തിയറം അപ്ലൈ ചെയ്യാം. കെയ്ലി ഹാമിൽട്ടൺ തിയറം എന്താ പറയുന്നത്? a² മൈനസ് ട്രേസ് ഓഫ് a ഇൻറ്റു a പ്ലസ് ഡിറ്റ് a ഇൻറ്റു i ഈക്വൽ ടു ആരാണെന്ന് 0. ഇതല്ലേ കെയ്ലി ഹാമിൽട്ടൺ തിയറം പറയുന്നത് അല്ലേ? അപ്പൊ a² നോക്കണേ, മൈനസ് ട്രേസ് എന്ന് പറഞ്ഞാൽ 1 + -5 -4 എന്ന് കിട്ടും. -4 + 4a എന്ന് എഴുതാ. റെഡിയാണല്ലോ? ഇനി ഡിറ്റ് ആണ് -5 + 4 എന്ന് കിട്ടും. അതായത് -1 ആണ് കിട്ടുക. സോ -i ഈക്വൽ ടു 0 എന്ന് പറയാം. ഏത് പാറ്റേണിലാണ് വേണ്ടത്? ഈ ഒരു പാറ്റേണിലാണ് വേണ്ടത്. എന്ന് പറയുമ്പം a² ഇവിടെ തന്നെ വേണ്ടേ? 4a ഇവിടെ തന്നെ വേണം. ഈക്വൽ ടു i ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവാം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, i അല്ല വേണ്ടത്, 2i ആണ് വേണ്ടത്. 2i എന്ന് പറയുമ്പോൾ അല്ലേ, 2i എന്ന് പറയുമ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 2a² പ്ലസ് 8a ഈക്വൽ ടു 2i എന്ന് കിട്ടി. ഇപ്പം സെയിം പാറ്റേണിലേക്ക് മാറിയല്ലോ. ഇവ രണ്ടും സെയിം പാറ്റേണിലേക്ക് മാറിയല്ലോ. ഇതിൽ നിന്ന് ആൽഫ എന്ന് പറയുന്നത് 2 ആണ്, ബീറ്റ എന്ന് പറയുന്നത് 8 ആണ്. എങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ, നേരത്തെ ആൻസർ പറഞ്ഞ മക്കളുണ്ട്, ആൽഫ പ്ലസ് ബീറ്റ എത്ര കിട്ടും? 10 എന്ന് കിട്ടും. സിനാൻ ആൻഡ് കൃഷ്ണപ്രിയ. റെഡിയാണല്ലോ? സംശയങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാലോ? ഇനി ഞാൻ പറഞ്ഞ ഒരു ഏരിയ എന്ന് കൂടുതലായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആ ഏരിയനൊന്ന് നന്നായിട്ട് നോക്കുക. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് സിസ്റ്റം ഓഫ് ഇക്വേഷനെ ബേസ് ചെയ്തുകൊണ്ടാണ്. NDAക്ക് അടുത്ത ഇഷ്ടം കൂടുതൽ ഇതിനോടാണ്. ഇഫ് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻ നോക്ക്, ഏതാ തന്നിരിക്കുന്നത്? ഒരു 3/3യുടെ കേസാണ് തന്നിരിക്കുന്നത്. ഇക്വേഷൻ മുഴുവൻ ഞാൻ വായിക്കുന്നില്ല. ദാ ഒന്നാമത്തത്, രണ്ടാമത്തത്, മൂന്നാമത്തത്. ഹാസ് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ്. അതാണ് വേണ്ടത്. ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ആണെങ്കിൽ അല്ലേ, നമ്മൾ എന്തേലും പഠിച്ചത്? ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ആണെങ്കിൽ നമ്മൾ പഠിച്ചത് D ആയിക്കോട്ടെ, D1 ആയിക്കോട്ടെ, D2 ആയിക്കോട്ടെ, D3 ആയിക്കോട്ടെ, ഇവയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആരാ? 0. യുണീക്ക് സൊല്യൂഷൻ ആണെങ്കിൽ D not = 0. ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ആണെങ്കിൽ D1 D2 D3 ഒക്കെ എന്താ? 0. ഇനിയോ അതേപോലെ എന്തുണ്ട്? ഒരു കേസും കൂടി ഉണ്ട്, നോ സൊല്യൂഷൻ. D0 ആൻഡ് അറ്റ്ലീസ്റ്റ് 1 ഓഫ് ദ DI not = 0. ഏതെങ്കിലും ഒരു DI നിങ്ങളുടെ D1 അല്ലെങ്കിൽ D2 D3 എന്താകാൻ പാടില്ല? 0 ആകാൻ പാടില്ല അല്ലേ? നമുക്ക് ഈ ഒരു കേസ് എടുത്തുകൊണ്ട് ഇവിടെ ഡിസ്കസ് ചെയ്യാം. അതായത് ആദ്യം ഞാൻ എന്തെടുക്കുന്നു? D എന്താണെന്ന് എഴുതുന്നു. എന്താ ഇതിൻ്റെ D എന്ന് പറഞ്ഞാൽ ഡിറ്റ് ഓഫ്. എങ്ങനെ എഴുതാ? 1 2 അടുത്തത് -3. റെഡിയല്ലേ? സെക്കൻഡ് റോയിലേക്ക് കടക്കുമ്പോൾ 2 λ 5. റെഡിയാണല്ലോ? തേർഡ് റോയിലേക്ക് കടക്കുമ്പോൾ 14 3 ആൻഡ് മ്യൂ എന്ന് കിട്ടി. ഇത് എന്തായിരിക്കും? 0. പക്ഷേ ഇവിടെ ഇത് ഒറ്റയടിക്ക് നമുക്ക് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാണ്. കാരണം 2 അൺനോണും അവിടെ കിടക്കുന്നുണ്ട്. ലാംഡയും കിടക്കുന്നുണ്ട്, ആരും കിടക്കുന്നുണ്ട്? മ്യൂവും കിടക്കുന്നുണ്ട്.
ലാംഡയും കിടക്കുന്നുണ്ട്, ആരും കിടക്കുന്നുണ്ട്, മ്യൂവും കിടക്കുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മ്യൂ അങ്ങനെ ഒഴിവാക്കണം. മ്യൂ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ തേർഡ് കോളമല്ല ഒഴിവാക്കേണ്ടത്. തേർഡ് കോളം ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് കാണുന്നു? D3 = 0 എന്ന കേസ് എടുക്കുന്നു. അപ്പോൾ D3 എന്ന് പറയുമ്പോൾ നമുക്ക് ഡിയും D3യും തമ്മിലുള്ള വ്യത്യാസം അറിയാം. ആ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതുമ്പോൾ ആദ്യം D3 അല്ലേ വേണ്ടത്? ആദ്യത്തെ കോളത്തിൽ 1 2 14 ശരിയാണല്ലോ. രണ്ടാമത്തെ കോളത്തിൽ 2 ലാംഡ 3 അല്ലേ. അടുത്തതാരാ? അടുത്തത് കോൺസ്റ്റന്റ് ആണ് വേണ്ടത്. റൈറ്റ് സൈഡിലെ കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ 2 ഉണ്ട്, 5 ഉണ്ട്, അതേപോലെ 33 ഉണ്ട്. = ആരാണ് കിട്ടുന്നത്? 0 അല്ലേ. സിംപ്ലിഫൈ ചെയ്യാലോ അല്ലേ, സിംപ്ലിഫൈ ചെയ്യാലോ. അതാ 1 2 2 again 1 2, പിന്നെയോ 2 ലാംഡ 5 again 2 ലാംഡ. അടുത്തത് 14 ആണ്, അതേപോലെ 3 ഉണ്ട്, 33 ഉണ്ട്, again 14 3 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ആദ്യം ചെയ്യുന്ന സമയത്ത് ഇതല്ലേ. അപ്പോൾ 1 × ലാംഡ × 33 എന്ന് പറയുമ്പം 33 ലാംഡ എന്ന് കിട്ടും. അടുത്തത് വേണ്ടത് ഇവനല്ലേ 2 × 5 × 40 എന്ന് പറഞ്ഞാൽ 2 × 5 10 ആണ്, × 40 എന്ന് പറഞ്ഞാൽ 140 എന്ന് കിട്ടും. അടുത്തത് വേണ്ട ആരാ? 2 2 3 2 × 2 4 4 × 3 12 എന്ന് കിട്ടും. അടുത്തത് 12. അടുത്തതാരാ? 12. മൈനസ് ഓഫ് തിരിച്ചല്ലേ വേണ്ടത്? തിരിച്ചു വേണം എന്ന് പറയുമ്പം 14 ലാംഡ 2 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 28 ലാംഡ എന്ന് കിട്ടും. 3 5 1 ആണ്, അപ്പോൾ അടുത്തത് 15 എന്ന് കിട്ടും അല്ലേ. അതിൻ്റെ അടുത്തത് 33 × 2 × 2 33 × 4 33 × 4 എന്ന് പറഞ്ഞാൽ 33 × 2 എന്ന് പറഞ്ഞാൽ 66. അപ്പോൾ അതിൻ്റെ ഡബിൾ എന്ന് പറയുമ്പോൾ 132 എന്ന് കിട്ടും. ശരിയല്ലേ. 132 = 0. 33 ലാംഡ മൈനസ് 28 ലാംഡ എന്ന് പറഞ്ഞാൽ 28 5 33 5 ലാംഡ എന്ന് കിട്ടും. ഇത് കിട്ടുക എത്ര കിട്ടും? 152 എന്ന് കിട്ടും. ഇത് ഇനിയോ ഇതെത്രയാണ് കിട്ടുക? 132 + 15 എന്ന് പറയുമ്പം 142 147 എന്ന് കിട്ടും. -147 എന്ന് കിട്ടും അല്ലേ. ഇത് സിംപ്ലിഫൈ ചെയ്താൽ ലാംഡ = എത്ര കിട്ടും മക്കളെ? -1. ലാംഡ എത്ര കിട്ടും? -1. ലാംഡയുടെ വാല്യൂ കിട്ടി -1 ആണ്. നമുക്ക് വേണ്ടത് ലാംഡ + മ്യൂ ആണ്. ഇനി മ്യൂ അല്ലേ കാണേണ്ടത്? അതിന് നമുക്ക് ഡി എടുത്താൽ പോരെ. അങ്ങനെ ഡി എടുക്കുന്ന സമയത്ത് എൻ്റെ മക്കളെ ഈ ലാംഡയുടെ സ്ഥാനത്ത് നമുക്ക് ഏത് വാല്യൂ കൊടുക്കുക? -1 എന്ന വാല്യൂ കൊടുക്കുക. ലാംഡയുടെ സ്ഥാനത്ത് ഏത് വാല്യൂ കൊടുക്കുക? -1 എന്ന വാല്യൂ കൊടുക്കുക. നമുക്കിത് സിംപ്ലിഫൈ ചെയ്തോടെ ചെയ്യുമ്പോൾ എന്താ കിട്ടുക അല്ലേ. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പം 1 -1 മ്യൂ, അപ്പോൾ മൈനസ് മ്യൂ, അപ്പോൾ -മ്യൂ 2 5 അടുത്തത് ആരാ വരുന്നത്? 1 2 14, അപ്പോൾ 7 10 140. വീണ്ടും ചെയ്യുന്ന സമയത്ത് അപ്പോൾ മ്യൂ = നിങ്ങൾക്ക് എന്താ കിട്ടുക? നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കിയാൽ മതി. മ്യൂ = എത്ര കിട്ടും? 13 എന്ന് കിട്ടും. മ്യൂ = എത്ര കിട്ടും? 13 എന്ന് കിട്ടും. അപ്പോൾ ലാംഡ -1 ആണ്, മ്യൂ എത്രയാ? 13 ആണ്. അപ്പോൾ ലാംഡ + മ്യൂ ആണ് കാണാൻ പറഞ്ഞത്. അതായത് -1 + 13 എന്ന് പറയുമ്പം ആൻസർ എത്ര കിട്ടും? 12 എന്ന് കിട്ടും. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ, നോ സൊല്യൂഷൻ, അല്ലെങ്കിൽ എന്താണ് യുണീക്ക് സൊല്യൂഷൻ എന്ന കേസാണ്, മറന്നു പോകരുത്. ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ആണെങ്കിൽ ഡിയും D1ഉം D2ഉം D3യും ആരാണ്? 0 ആണ് അല്ലേ. ഇനി നോ സൊല്യൂഷൻ ആണെങ്കിൽ D 0 ആണ്. അറ്റ്ലീസ്റ്റ് 1 ഓഫ് ദ DI ≠ 0 എന്നാ പഠിച്ചത് അല്ലേ. ഇനി സൊല്യൂഷൻ ഉണ്ടാകുന്ന കേസ് യുണീക്ക് സൊല്യൂഷൻ ആണെങ്കിൽ അത് കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ, നോ സൊല്യൂഷൻ മറന്നു പോകണ്ട കണ്ടീഷൻ കേട്ടോ. കാരണം അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു കേസിനെ ബേസ് ചെയ്തുകൊണ്ട് എന്ത് ചോദിക്കും? ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും. അപ്പോൾ ഞാൻ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ്റെ കേസ് പറഞ്ഞു. ഇനി ഞാൻ നോ സൊല്യൂഷൻ്റെ കേസ് എടുക്കുന്നു. നമുക്ക് സിസ്റ്റം ഓഫ് ഇക്വേഷൻ തന്നിട്ടുണ്ടല്ലോ അല്ലേ. തന്നിട്ടുണ്ട്. എന്താണ്? ഒന്നാമത്തത്, രണ്ടാമത്തത്, മൂന്നാമത്തെ ഇക്വേഷൻ തന്ന് ഹാസ് നോക്കണേ നോ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ D 0 ആണ്. അക്കാര്യത്തിൽ തർക്കമില്ല അല്ലേ. D 0 ആണ്, അക്കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ D = ആരാണെന്ന് പറയാ? 0. അതായത് ഡിറ്റർമിനന്റ് ഓഫ് 1 1 1 അല്ലേ. 1
2 അടുത്തതാര 5. അതിൻ്റെ അടുത്തത് 1 5 അടുത്തതാര ലാംഡ ഈക്വൽ ടു 0. ഇതല്ലേ കിട്ടാ. ഇത് സിംപ്ലിഫൈ ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് എന്താ കിട്ടുക? ഇത് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1, അപ്പോൾ ആദ്യത്തിൻ്റെ അകത്ത് 1 ഉണ്ട്. ഇനി 2 ലാംഡ മൈനസ് 25, കറക്റ്റ് അല്ലേ? ഇനിയോ -1 അല്ലാലോ, അപ്പോൾ -1 ഇൻറ്റു അടുത്തതോ ലാംഡ -5 എന്ന് കിട്ടും, കറക്റ്റ് തന്നെയാന്ന് തോന്നുന്നു. +1 ഇൻറ്റു അടുത്ത എന്ത് കിട്ടും? 5 - 2 ഈക്വൽ ടു 0. അപ്പോൾ ആദ്യത്തിൻ്റെ അകത്ത് 2 ലാംഡ -25, സെക്കൻഡ് ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുമ്പോൾ -ലാംഡ +5 എന്ന് കിട്ടും. തേർഡ് ബ്രാക്കറ്റിൽ +3 ഈക്വൽ ടു 0. 2 ലാംഡ -ലാംഡ ലാംഡ എന്ന് കിട്ടും. -25 +5 -20 -20 3 പോയി കഴിഞ്ഞു. ഒറ്റ സെക്കൻഡ്. -20 3 പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് കിട്ടും? -17 എന്ന് കിട്ടും ഈക്വൽ ടു 0. ഇതിൽ നിന്ന് ലാംഡയുടെ വാല്യൂ എത്ര കിട്ടും? 17. ലാംഡയുടെ വാല്യൂ 17 എന്ന് കിട്ടും. അതുകൊണ്ട് ഈ ഓപ്ഷൻ ഒരിക്കലും വരാൻ സാധ്യതയില്ല. ലാംഡ നോട്ട് ഈക്വൽ ടു 17 എന്നല്ലേ അവിടെ പറയുന്നത്, അല്ലേ? അതേപോലെ തന്നെ ഈ ഓപ്ഷനും ഒരിക്കലും വരാൻ സാധ്യതയില്ല. അവിടെ ലാംഡ ആരാ പറയുന്നത്? 15 ആണെന്നാ പറയുന്നത്. അപ്പോൾ 2 ഓപ്ഷൻ നമ്മൾ എന്ത് ചെയ്ത് കട്ട് ചെയ്തു, അല്ലേ? ഇനിയോ 2 ഓപ്ഷൻ നമ്മുടെ ഇടയിൽ കിടക്കുന്നുണ്ട്. നമ്മൾ അടുത്ത കേസിലേക്ക് പോകാൻ പോകുന്നു. അടുത്ത കേസ് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 1 ഓഫ് ദ DI നോട്ട് ഈക്വൽ ടു 0 എന്നല്ലേ പറയുന്നത്. നമുക്ക് എന്തെടുക്കാം? D3 എടുക്കുക. D3 ഈക്വൽ ടു നോട്ട് ഈക്വൽ ടു 0 എന്നെടുക്കുക. D3 എന്ന് പറയുമ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് D ആരാ എഴുതിയേ? 1 1 1 1 1 1. ഇനിയോ സെക്കൻഡ് റോയിലേക്ക് കടക്കുമ്പം എന്താ കിട്ടുന്നത്? 1 2 5 ആ കിട്ടുക. നോക്കണേ, 1 1 2 5. റൈറ്റ് സൈഡിലെ കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ 6 9 മ്യൂ ഈക്വൽ ടു നോട്ട് ഈക്വൽ ടു 0, അല്ലേ? അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് ആദ്യം 2 മ്യൂ -9 5 45 എന്ന് കിട്ടും. മൈനസ് ഓഫ് അടുത്തത് മ്യൂ മൈനസ് എത്ര കിട്ടും? 9 എന്ന് കിട്ടും. +6 ഇൻറ്റു ലാസ്റ്റ് 1 എന്ത് കിട്ടും? 5 - 2 നോട്ട് ഈക്വൽ ടു 0 എന്ന് പറയാം. അപ്പോൾ ആദ്യത്തത് 2 മ്യൂ എന്ന് കിട്ടി, -45 എന്ന് കിട്ടി, മ്യൂ ആണ്, +9 ആണ്, പ്ലസ് എത്ര കിട്ടും? 3 അല്ലേ? 6 × 3 18 നോട്ട് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അയ്യോ, എവിടെയോ മിസ്റ്റേക്ക് വന്നോ? ആദ്യത്തെ മ്യൂ അല്ലേ? രണ്ടാമത്തെ -45 30 18 27 കിട്ടും. 27 അല്ലേ? അപ്പോൾ 27 എന്ന് പറയുമ്പം എവിടെയോ മിസ്റ്റേക്ക് വന്നല്ലോ. 2 മ്യൂ -45 കറക്റ്റാണല്ലോ? കറക്റ്റ്. അടുത്തത് 1 ഇൻറ്റു മ്യൂ -9, അപ്പോൾ -മ്യൂ +9, കറക്റ്റ്. അടുത്തത് 6 ഇൻറ്റു 6 അല്ലേ? 6 ഇൻറ്റു 5 - 2 3 എന്ന് പറയുമ്പോൾ 18. അപ്പോൾ 45 അല്ലേ കിട്ടുന്നത്? എന്താണ് ചെറിയ നമ്പർ വന്നിടത്തിൽ കൺഫ്യൂഷൻ വന്നത്? -45 9 8 27 അല്ലേ? അപ്പോൾ 27 എന്ന് പറയുമ്പം 8, കറക്റ്റാണല്ലോ? -18 കറക്റ്റ്. -18 നോട്ട് ഈക്വൽ ടു 0. -18 നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ മ്യൂ നോട്ട് ഈക്വൽ ടു 18 എന്ന് കിട്ടും. മ്യൂ നോട്ട് ഈക്വൽ ടു 18 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ എ ആണ്. നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? ഓപ്ഷൻ എ ആണെന്ന് ഞാനത് ശ്രദ്ധിച്ചില്ല. അവിടെ ഒരു കൺഫ്യൂഷൻ വന്ന്, അതുകൊണ്ടാണ് ഞാൻ അവിടെ നിർത്തിയത്. റെഡിയാണോ? നോ സൊല്യൂഷൻ, ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ. ഈ 2 കേസും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നോ സൊല്യൂഷൻ, ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ, 2 കേസും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ മക്കളെ? ഓക്കെ ആണല്ലോ? ഓക്കെ അല്ലേ? സംശയമില്ലാലോ? ഇല്ല എന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ കടക്കാൻ പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ഇതേ അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് ഇതാണ്. ലെറ്റ് എ ബി എ 3/3 മാട്രിക്സ് such that A plus A transpose equal to 0 matrix എന്ന് പറഞ്ഞാൽ A transpose equal to ആരാ? -A എന്ന് പറഞ്ഞാൽ A മാട്രിക്സ് സ്ക്യൂ സിമെട്രിക് മാട്രിക്സ് ആണ്. ആരാ? സ്ക്യൂ സിമെട്രിക് മാട്രിക്സ് ആണ്. ഇനി അടുത്ത പറയുന്നത് ഇഫ് A ഇൻറ്റു ഈ A എന്ന മാട്രിക്സിന് ആ കോളം വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മറ്റൊരു കോളം വെക്ടർ കിട്ടും.
അതേപോലെ എ സ്ക്വയറിന് മൾട്ടിപ്ലൈ ചെയ്താലും കിട്ടുന്നുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ കാണാൻ പറഞ്ഞിരിക്കുന്നത് ഇതാണ്. ഇതല്ലേ കാണാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ? അതായത് ഈ ഒരു കണ്ടീഷൻ കണ്ടെത്തിയിട്ട് ആൽഫ എന്താണ്, ബീറ്റ എന്താണ്, ഗാമ എന്താണെന്ന് കാണുന്നത്, ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ എന്താണെന്ന് എഴുതുന്നു. അതായത് മക്കളോട് ചോദിച്ചിരിക്കുന്നത് ഡിറ്റർമിനന്റ് ഓഫ്, അങ്ങനല്ലേ, ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് ഓഫ് 2 ഇൻറ്റു അഡ്ജോയിന്റ് ഓഫ് അടുത്തത് ആരാ പറയുന്നത്, എ പ്ലസ് ഐ. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവനെയാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. അത് ഏത് പാറ്റേണിൽ കിട്ടണം? 2 റൈസ് ടു ആൽഫ, 3 റൈസ് ടു ബീറ്റ, 11 റൈസ് ടു ഗാമ എന്ന ഫോമിൽ കിട്ടണം. ഇതല്ലേ കിട്ടേണ്ടത്? ഇതല്ലേ കിട്ടേണ്ടത് അല്ലേ? ഇനി നിങ്ങൾ നോക്കൂ, ഇവിടെ വേറൊന്നും തന്നിട്ടില്ലല്ലോ. യെസ്, കറക്റ്റാണ്. അപ്പം ഞാൻ എന്ത് കിട്ടി? എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് 0 ആയതുകൊണ്ട് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണല്ലോ. അപ്പോൾ എ എന്ന മെട്രിക്സ് ഞാൻ എസ്യൂം ചെയ്യുന്നു അല്ലേ? സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്, അതായത് 0 എ ബി. അടുത്ത റോല് മൈനസ് എ 0 സി. അടുത്ത റോല് മൈനസ് ബി മൈനസ് സി 0. ഇതൊരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് അല്ലടോ, പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? ഇനി എ മെട്രിക്സിനാ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ശ്രദ്ധിച്ചോളെ, എ മെട്രിക്സിൻ്റെ ഒരു കോളം മെട്രിക്സ് ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് കിട്ടുന്നത് ഒരു കോളം മെട്രിക്സ്. ഇതാ എ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ 0 മൈനസ് എ ഇല്ലാലോ, ആദ്യത്തെ റോല് മൈനസ് എ ഇല്ലാലോ, 0 എ ബി, ഇത് മൈനസ് എ 0, അടുത്തതാരാ സി, ഇത് മൈനസ് ബി മൈനസ് സി മൈനസ് ബി മൈനസ് സി 0 എന്ന് കിട്ടും. ഇതിനാ ഏത് കോളം വെക്ടർ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? 1 മൈനസ് 1 0 ഈക്വൽ ടു മക്കൾക്ക് എന്താ കിട്ടുന്നത്? അവിടെ എന്താണോ അവിടെ കിട്ടുന്നത്? 332 എന്നാ കിട്ടുന്നത്. 332 എന്നാ കിട്ടുന്നത് അല്ലേ? മൾട്ടിപ്ലൈ ചെയ്യുമ്പം എന്താ, ആദ്യം ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 0 കട്ട് ചെയ്ത് പിന്നെ എന്താ കിട്ടുക? മൈനസ് എ എന്ന് കിട്ടും. മൈനസ് എ എന്നല്ലേ കിട്ടുക? മൈനസ് എ എന്നല്ലേ കിട്ടുക? അതായത് മൈനസ് എ എന്നാ കിട്ടുക. ഫസ്റ്റ് റോ മൈനസ് എ ഈക്വൽ ടു 3 ആണ്. ഇതിൽ നിന്ന് എയുടെ വാല്യൂ മക്കൾക്ക് കിട്ടി -3 ആണ്. ഇനി ബിയും സിയും കണ്ടുപിടിക്കണം അല്ലേ? ഇനി എന്ത് കണ്ടുപിടിക്കണം? ബിയും സിയും കണ്ടുപിടിക്കണം. അതിന് മക്കൾ നോക്കിക്കോളെ, എന്ത് ചെയ്യുക? ഈ തേർഡ് റോയും ഇതും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്കൊക്കെ എന്താ കിട്ടുക? മൈനസ് ബി ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ മൈനസ് ബി എന്ന് കിട്ടും അല്ലേ? മൈനസ് ബി എന്ന് കിട്ടുമല്ലോ. മൈനസ് സി ഇൻറ്റു -1 എന്ന് പറഞ്ഞാൽ സി എന്ന് കിട്ടും. ഈസ് ഈക്വൽ ടു ആരാണ്? 2. അതവിടെ കിടക്കട്ടെ, അതവിടെ കിടക്കട്ടെ. വേറെ ഡാറ്റകളൊന്നും നമ്മളെ കൈവശം ഇല്ലാലോ. നമുക്കിനി രണ്ടാമത്തെ കണ്ടീഷൻ അപ്ലൈ ചെയ്യണം. രണ്ടാമത്തെ കണ്ടീഷൻ എന്താ പറയുന്നത്? എ സ്ക്വയർ ഇൻറ്റു അല്ലേ? എ സ്ക്വയർ ഇൻറ്റു ഈ മൾട്ടിപ്ലൈ എന്ന മെട്രിക്സ് കാണുന്നുണ്ടോ? ഇത് രണ്ടും സെയിം ആണ്. രണ്ടും ആരാ? സെയിം ആണ്. അത് മറന്നു പോകണ്ട അല്ലേ? അതായത് നിങ്ങളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത്, അടുത്ത പേജിൽ ഞാൻ കാണിച്ചു തരാം. നിങ്ങളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് എ സ്ക്വയർ ഇൻറ്റു മെട്രിക്സ് ആരാ? 1 മൈനസ് 1 0. അതാരാണെന്നാ പറയുന്നത്? ആരാണാ പറയുന്നത് മക്കളെ? -3 19 24 -3 19 അടുത്തതാരാ? 24. ഇതാണെന്നാ പറയുന്നത് അല്ലേ? അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, എ സ്ക്വയർ അല്ലേ കാണേണ്ടത്? സെയിം മെട്രിക്സ് കൊണ്ടല്ലേ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? അപ്പോൾ ഈ ഡാറ്റയല്ലേ ലാസ്റ്റ് എഴുതിയേ, അതിനെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോലെ. അതായത് അതായത് നോക്കണേ, ഇതിന വീണ്ടും എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഈ പാറ്റേൺ കിട്ടുമല്ലോ. അതായത് അവിടെ എഴുതിയിരിക്കുന്ന ഡാറ്റ എന്ന് പറയുന്നത് ഞാൻ ഒന്നുകൂടി എഴുതുന്നത്, എ ഇൻറ്റു മാട്രിക്സ് 1 മൈനസ് 1 0 ഈസ് ഈക്വൽ ടു മാട്രിക്സ് ഏതാ കിടക്കുന്നത്? റൈറ്റ് സൈഡിൽ 332 ആണ് കിടക്കുന്നത്. 332 ആണ് കിടക്കുന്നത്. എല്ലാത്തിനെയും എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തോ. എല്ലാത്തിനെയും എ കൊണ്ട് മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞാൽ ഇതെന്തായിട്ട് മാറി? എ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് 1 0. അത് ആർക്ക് ഈക്വലാ? എ ഇൻറ്റു ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? 332 ഈക്വൽ അല്ലേ? ഇതാണ് എന്ത് ഔട്ട്പുട്ട് കിട്ടുക? ഇത് കിട്ടുക. സാറേ സൈലത്തിൻ്റെ FM എന്ന് കേട്ടു. Anand sir, please give me a reply. We are concerned in materials on xylem.
അതെനിക്ക് അറിയില്ല, കൂടുതൽ അറിയില്ല. ഞാൻ ഇൻ്റഗ്രേറ്റഡ് ഫാക്കൽറ്റിയാണ്. അതിനെക്കുറിച്ചൊക്കെ അനന്ത് സാർ കൃത്യമായിട്ട് പറയും. അതുണ്ടോ ഇല്ലയൊന്നും എനിക്ക് അറിയില്ല, കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അനന്ത് സാർ തന്നെ നിങ്ങളോട് പറയും. അനന്ത് സാറ് ഒരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതൊരു സസ്പെൻസ് ആണ് കേട്ടോ. അപ്പോൾ അദ്ദേഹം തന്നെ അതിൻ്റെ ആ കാര്യങ്ങളെക്കുറിച്ച് പറയും. ഓക്കെ. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? എ അല്ലേ. എ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, 0 ഉണ്ട്, എ ഉണ്ട്, ബി ഉണ്ട്, മൈനസ് എ ഉണ്ട്, 0 ഉണ്ട്, സി ഉണ്ട്, മൈനസ് ബി ഉണ്ട്, മൈനസ് സി 0. ഇതിനെ എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? 3 3 2 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് അല്ലേ. അങ്ങനെ കിട്ടുന്ന റിസൾട്ട് ആരാണെന്നാണ് പറയുന്നത്? -3, 19 and 24 എന്നാണ് പറയുന്നത്. ഇതേ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആദ്യത്തെ റോ ഉപയോഗിച്ചുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം എനിക്ക് എന്ത് കിട്ടും? 3a + 2c എന്ന് കിട്ടും. കറക്റ്റ് അല്ല, 2b എന്ന് കിട്ടും. 3a + 2b എന്ന് കിട്ടും. അത് ആർക്ക് ഈക്വല? -3ക്ക് ഈക്വല. എയുടെ വാല്യൂ നമുക്കറിയാം ആരാണെന്ന്, -3. അപ്പോൾ ഇത് -9 + 2b = എത്ര കിട്ടി? -3 എന്ന് കിട്ടി. അതായത് 2b = 6 ആണ്. b = എത്ര കിട്ടും? 3 എന്ന് കിട്ടും. മോനെ, അതിന് കൃത്യമായിട്ട് ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൺസേൺ അതോറിറ്റി എന്താണെന്ന് ഞാൻ അറിയില്ല, ഞാൻ ഡീറ്റെയിൽസ് അറിയില്ല, ഞാൻ അതിനെക്കുറിച്ച് പറയാനും ആളല്ല. അത് അനന്തു സാർ തന്നെ അതിന് റിപ്ലൈ തരുന്നതാണ്. b = എത്ര കിട്ടും? 3. b = 3 എന്ന വാല്യൂ ഇതിൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ -3 + c = 2 എന്ന് കിട്ടും. അതായത് c = എത്ര കിട്ടി? 5. എ ആയി, ബി ആയി, സി ആയി. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ എ മെട്രിക്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. എ മെട്രിക്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എ = നോക്കണേ 0. എ എന്ന് പറഞ്ഞാൽ -3, ബി എന്ന് പറഞ്ഞാൽ +3. അപ്പോൾ -a എന്ന് പറയുമ്പോൾ 3. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? 0. സി എന്ന് പറഞ്ഞാൽ 5, -b എന്ന് പറഞ്ഞാൽ -3, -5, 0 എന്ന് കിട്ടും. ഇതല്ലേ കിട്ടുക അല്ലേ? ഇനിയോ അടുത്ത് നിങ്ങളോട് പറയുന്ന a+i കുറിച്ചാണ് പറയുന്നത് അല്ലേ. a+i കുറിച്ചല്ലോ പറയുന്നത്. ഇതിവിടെ ഇതാ a+i അല്ലേ. ഞാൻ a+i കാണാൻ പോന്ന. എന്ത് കാണാൻ പോന്ന? a+i കാണാൻ പോന്ന. a+i എന്ന് പറഞ്ഞാൽ എ മെട്രിക്സിലെ എലമെൻറ്റിനെ ഏത് കൊണ്ട്? ഐ മെട്രിക്സ് കൊണ്ടല്ലേ ആഡ് ചെയ്യേണ്ടത്. അങ്ങനെ ആഡ് ചെയ്യുമ്പം ആദ്യം 1, അടുത്ത -3 3, അടുത്തതിൻ്റെ അകത്ത് 3 1 5, അടുത്ത റോല് -3, അതേപോലെ -5 1 എന്ന് കിട്ടും. ഇതാണ് a+i. ഇതാണ് a+i. തൽക്കാലത്തേക്ക് a+i എന്ന് വിളിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഇവനെ ഞാൻ b എന്ന് എഴുതുന്നു. ഇവനെന്ത് ചെയ്യുന്നു? b എന്ന് എഴുതുന്നു. നമ്മളോട് എന്ത് കാണാനും പറഞ്ഞത് ഞാൻ തുടക്കത്തിലേ എഴുതി വെച്ചിട്ടുണ്ട്. ആരാ? ഡിറ്റർമിനന്റ് ഓഫ്, നോക്കണേ, ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് ഓഫ് അടുത്തത് ആരാ വേണ്ടത്? അഡ്ജോയിന്റ് ഓഫ് 2 ഇൻറ്റു, നോക്കണേ, 2 ഇൻറ്റു അഡ്ജോയിന്റ് ഓഫ് a+i എന്ന് പറഞ്ഞാൽ b. ഇതല്ലേ കാണേണ്ടത്? അഡ്ജോയിന്റിന്റെ പ്രോപ്പർട്ടി നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജ് എ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് a⁻n−1. ഇവിടെ എ മെട്രിക്സിന്റെ ഓർഡർ ആരാ? 3 ആണ് അല്ലേ. അപ്പോൾ a+iയുടെ ഓർഡറും 3 ആണ്, ബിയുടെ ഓർഡർ ആരാ? 3 ആണ്. അതുകൊണ്ട് ഇതിനെ ഇങ്ങനെ എഴുതാ, ഡിറ്റ് ഓഫ് 2 ഇൻറ്റു അഡ്ജ് ഓഫ് എന്ത് എഴുതാ? ബി എന്ന് എഴുതാ. (3−1) എന്ന് പറഞ്ഞാൽ 2 എന്ന് കിട്ടും അല്ലേ. വീണ്ടും നമുക്ക് ഇതിനെ എങ്ങനെ മാറ്റി എഴുതാ? ഡിറ്റർമിനന്റ് ഓഫ് കെ എ എന്ന ഫോമിൽ എഴുതി കൂടെ? അത് k⁻n ഇൻറ്റു എന്താ പറഞ്ഞത്? ഡിറ്റർമിനന്റ് എ ആ. മുസമിലെ ഹലോ. അങ്ങനെയാണെങ്കിൽ ഇതിനെങ്ങനെ എഴുതാ? 2³ ആണ്, കാരണം മെട്രിക്സിന്റെ ഓർഡർ 3 ആണ്. ഇൻറ്റു അഡ്ജോയിന്റ് ഓഫ് ബി എന്ന് എഴുതാ. ഡിറ്റ് ഓഫ് അഡ്ജോയിന്റ് ഓഫ് ബി ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ 2³ എന്തായിട്ട് മാറും? 2⁻6 ആയിട്ട് മാറും അല്ലേ. വീണ്ടും 2⁻6 ഇൻറ്റു ഇവിടെയും അഡ്ജോയിന്റിന്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. ഇവിടെ അഡ്ജോയിന്റിന്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് എന്ത് കിട്ടുവാടാ? 2 എന്ന് കിട്ടും. ഹോൾ സ്ക്വയർ ഉണ്ട് അല്ലേ. അതായത് 2⁻6 ഇൻറ്റു എന്ത് കിട്ടി? ഡിറ്റർമിനന്റ് ഓഫ് b⁻4 എന്ന് കിട്ടി. b⁻4 എന്ന് കിട്ടി അല്ലേ. ഇനി നമുക്ക് എന്ത് കാണണം? ബി മെട്രിക്സിന്റെ കറസ്പോണ്ടിങ് ഡിറ്റർമിനന്റ് കാണണം. ഇതല്ലേ ബി മെട്രിക്സ്. ഇതിന്റെ ഡിറ്റർമിനന്റ് കാണണം. ഇത് കണ്ടുപിടിച്ചാൽ എത്ര കിട്ടും? 1 ഇൻറ്റു 1 പ്ലസ് 25 എന്ന് പറഞ്ഞാൽ 26 കിട്ടും. അപ്പോൾ ആദ്യത്തത് 26 അല്ലേ. 26 അല്ലേ ആദ്യം കിട്ടുന്നത് അല്ലേ. ആദ്യം എത്ര കിട്ടുക? 26 അല്ലേ കിട്ടുക? 26. ഇനി അടുത്ത -3 എന്ന് കിട്ടും. പ്ലസ്
15, 3 plus 15, 18, 18 ഇൻറ്റു മൈനസ് കിട്ടും എന്ന് പറഞ്ഞാൽ 44 ആണ് കിട്ടുക. അതായത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി, തെറ്റുണ്ടെങ്കിൽ നോക്കുക. ഡിറ്റർമിനന്റ് ഓഫ് ബി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 44 എന്ന് കിട്ടും. അതായത് നമുക്കിവിടെ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഒന്നാമൻ ആരുണ്ട്? 2�6 ഉണ്ട്. 2�6 എന്നല്ലേ? യെസ്. രണ്ടാമൻ ആരാ? ഡിറ്റ് ബി ആ, അത് 44 ആണ്. 44 ആരാണെന്ന് പറയാ? 4. പക്ഷെ നമുക്ക് വേണ്ടത് 2 3 11 എന്ന ഫോമിലാ വേണ്ടത്. ഇതിനാ എനിക്ക് ഇങ്ങനെ എഴുതാ, 2�6 ഇൻറ്റു 44 4 ഇൻറ്റു 11⁴ എന്ന് എഴുതാ. അതായത് 2�6 ഇൻറ്റു അടുത്ത 4⁴ ആണ്. 4⁴ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാടോ? 4⁴ 2² അല്ലേ? ഇപ്പൊ 2² എന്ന് പറയുമ്പോൾ 2 എത്ര കിട്ടും? 8 എന്ന് കിട്ടും. ഇൻറ്റു 11 ആരാണ്? 4. അപ്പൊ ആദ്യത്തത് മക്കൾക്ക് കിട്ടുക 2⁴ അല്ലെ? ഇൻറ്റു 3 ഇല്ല, തൽക്കാലത്തേക്ക് 3�0 എന്ന് എഴുതാ. ഇൻറ്റു 11⁴ എന്ന് കിട്ടും. അതായത് ആൽഫ എന്ന് പറയുന്നത് 14 ആണ്, ബീറ്റ എന്ന് പറയുന്നത് 0 ആണ്, ഗാമ എന്ന് പറയുന്നത് 4 ആണ്. കാണാൻ പറഞ്ഞത് ഇതിൻ്റെ സമ്മാണ്. ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമയാണ്. അപ്പോൾ 18 എന്ന് ആൻസർ കിട്ടും. ഇതിൻ്റെ അകത്ത് 18 എന്നൊരു ഓപ്ഷൻ കിടക്കുന്നുണ്ടോ? യെസ്, ന്യൂമറിക്കലാണ്. 18 എന്ന ആൻസർ കിട്ടും. നോക്കണേ, ഈ അടുത്ത കാലത്തായിട്ട് ഈ ഒരു ടൈപ്പ് എ ഇൻറ്റു ഒരു കോളം മാട്രിക്സ് എന്നത്തെ ടൈപ്പിലുള്ള പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മറന്നു പോകാൻ പാടില്ല, തെറ്റാൻ പാടില്ല കേട്ടോ. ആ ഒരു പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ ചെയ്തു നോക്കുക. ക്ലിയർ ആണ് എന്ന് കരുതുന്നു. ക്ലിയർ ആണെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് കടക്കണം. സിനാൻ 18 എന്ന ആൻസർ പറയുന്നുണ്ട്. ഓക്കെ സിനാനെ, റെഡിയല്ലേ? റെഡിയാണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് കടക്കാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലേ? അപ്പോൾ ഞാൻ തുടക്കത്തിലേ പറഞ്ഞ മെട്രിക്സിൻ്റെ ഏരിയയെക്കുറിച്ചല്ലേ, ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയ ഉണ്ട്, സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഏരിയ ഉണ്ട്. ആ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻ എടുത്തുകൊണ്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ കുറേ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്, ആ ഒരു ടൈപ്പ്. രണ്ടാമത് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്തിട്ടുണ്ട്, ആ ഒരു ടൈപ്പ്. പ്രത്യേകിച്ചും ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ, നോ സൊല്യൂഷൻ. ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ, പിന്നീട് എന്താ? നോ സൊല്യൂഷൻ എന്നൊരു പാർട്ട്. കൃഷ്ണപ്രിയ ഓക്കെ ആണ് എന്ന് കരുതുന്നു എങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. റെഡി ആണെങ്കിൽ നിങ്ങൾ റെഡി ആണെങ്കിൽ റെഡിയാണോ? അങ്ങനെയാണെങ്കിൽ ഇതാ അടുത്ത ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്. അടുത്ത ക്വസ്റ്റ്യൻ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. ലെറ്റ് n be the number obtained on rolling a fair die. ഒരു ഡൈ റോൾ ചെയ്യുമ്പം അതിൽ അപ്പിയർ ചെയ്യുന്ന നമ്പറാണ് ഏത് n കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇഫ് ദി പ്രോബബിലിറ്റി ദാറ്റ് ദ സിസ്റ്റം ഞാൻ വായിക്കുന്നില്ലേ അല്ലേ, ദ പ്രോബബിലിറ്റി ദാറ്റ് ദ സിസ്റ്റം എന്താ പറയുന്നത്? ഹാസ് യുണീക്ക് സൊല്യൂഷൻ ഈസ് k/6. അതായത് പ്രോബബിലിറ്റി വെൻ ദ സിസ്റ്റം ഹാസ് യുണീക്ക് സൊല്യൂഷൻ എന്ന് പറയുമ്പം അത് k/6 ആണെന്നാണ് പറയുന്നത്. ദെൻ സം ഓഫ് k ആൻഡ് ഓൾ പോസിബിൾ വാല്യൂസ് ഓഫ് n, കെയുടെയും എന്നിൻ്റെ പോസിബിൾ വാല്യൂസിൻ്റെയും സമ്മ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അല്ലേ? യുണീക്ക് സൊല്യൂഷൻ എന്ന് പറഞ്ഞ സ്ഥിതിക്ക് യുണീക്ക് സൊല്യൂഷൻ വരുന്ന കേസല്ലേ? നോർമലി ഒരു ഡൈ ത്രോ ചെയ്യുന്ന സമയത്ത് അവിടെ അപ്പിയർ ചെയ്യുന്ന നമ്പർ 1 2 3 4 5 6 ആ അല്ലേ? അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? യുണീക്ക് സൊല്യൂഷൻ ആണെന്ന കേസാണ്. ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ദാറ്റ് ദ സിസ്റ്റം ഹാസ് യുണീക്ക് സൊല്യൂഷൻ. അതാണ് k/6 പറയുന്നത്. അപ്പോൾ ആദ്യം k കണ്ടുപിടിക്കണ്ടേ മക്കളെ അല്ലേ? അതിനാദ്യം നമുക്ക് എന്ത് കാണണം? ഇത് യുണീക്ക് സൊല്യൂഷൻ ആയതുകൊണ്ട് ഒരു കാര്യം ക്ലിയർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും, ഡി എന്ന ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 എന്ന് പറയുമ്പം ഡിറ്റ് ഓഫ് നോക്കണേ 1 - n. അടുത്തതാരാ? സെറ്റ്. ഇനി രണ്ടാമത്തെ റോയിലേക്ക് പോകുമ്പോൾ 1 n - 2 ആണ് കിടക്കുന്നത്. അടുത്തതാരാ? n+1.
ഇനി ലാസ്റ്റ് റോയില് എക്സ് ടേം ഇല്ല, 0. ഇത് n-1. അടുത്തത് ആരാ കിട്ടുന്ന 1 നോട്ട് ഈക്വൽ ടു 0. നോട്ട് ഈക്വൽ ടു 0. ചെയ്യണല്ലോ. അപ്പൊ ആദ്യം 1 ഇൻറ്റു 1 ഉൾപ്പെടുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്ത് കിട്ടുന്ന ഡിറ്റർമിനന്റ് എന്ന് പറയുമ്പോൾ n-2 കിടക്കുന്നുണ്ട്. മൈനസ് ഓഫ് n+1 ഇൻറ്റു n-1 എന്ന് പറഞ്ഞാൽ n² -1 കിട്ടും. ഇനി -1 ഇൻറ്റു അടുത്തതിലേക്ക് കിടക്കുന്ന സമയത്ത് ഇതാ ഇയാള് വേണ്ട എന്ന് പറയുമ്പം ആരൊക്കെയാ നമുക്ക് കിട്ടുന്നത്? ഒരു -n കിട്ടും. റെഡിയാണല്ലോ. ഇത് സെറ്റ് അല്ല, ഇത് 1 ആണ്. സോറി, ഇതാരാ 1 അല്ലേ? അപ്പോ -n കിട്ടി. പിന്നെയോ ഇവിടെ മൈനസ് ഓഫ് n-1 കിട്ടും. ഇതാണ് കിട്ടുക, നോട്ട് ഈക്വൽ ടു 0. അപ്പൊ n-2 -n². അപ്പോൾ +1 കിട്ടും അല്ലേ? അതായത് ഒന്നാമത്തെ ബ്രാക്കറ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു n-2 കിടക്കുന്നുണ്ട്, -n² കിടക്കുന്നുണ്ട്, +1 കിടക്കുന്നുണ്ട്. രണ്ടാമത്തെ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുന്ന സമയത്ത് +n ഉണ്ട്. ഇനിയോ ഇവിടെ മൈനസും പ്ലസ് ആയി n-1 നോട്ട് ഈക്വൽ ടു 0 എന്ന് കിട്ടും. സെറ്റ് അല്ല റാണിയ എന്നാ കാണുന്നില്ല. അപ്പൊ സെറ്റ് അല്ല, എന്നോട് എഴുതിപ്പോയത് ആ തിരക്കിനിടയിൽ. ഞാൻ സോറി പറഞ്ഞിട്ടില്ലേ മോളെയാണെങ്കിലും മോണാണെങ്കിലും അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് സിംപ്ലിഫൈ ചെയ്താൽ ആദ്യം എന്താ കിട്ടുക? n² എന്ന് കിട്ടും. രണ്ടാമത് എന്താ കിട്ടുക? n എന്ന് പറയുമ്പം -3n എന്ന് കിട്ടും. നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് അല്ലേ? അടുത്ത് എന്താ കിട്ടുന്നത് അല്ലേ? -2 അല്ലേ? +1 -1 കട്ടായാൽ +2 നോട്ട് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അല്ലേ? ഈ ക്വാഡ്രാറ്റിക് സോൾവ് ചെയ്താൽ എന്നിന് കിട്ടുന്ന വാല്യൂ എന്നിന് കിട്ടുന്നതല്ല 1 2 ആണ്. ദാറ്റ് മീൻസ് n നോട്ട് ഈക്വൽ ടു 1,2 എന്ന് കിട്ടും. n 1 അല്ല 2 അല്ല. വരാൻ സാധ്യതയുള്ള നമ്പർ 1 2 3 4 5 6 അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്നിന്റെ വാല്യൂ ആരൊക്കെയാ? 3 ആണ്, 4 ആണ്, 5 ആണ്, 6 ആണ്. ഇതാണ് എന്നിന്റെ വാല്യൂ അല്ലേ? യുണീക്ക് സൊല്യൂഷന്റെ കേസിൽ. ഇനി പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യണ്ടേ? പ്രോബബിലിറ്റി വെൻ എപ്പോൾ ഏത് കേസിലെ സിസ്റ്റം ഹാസ് യുണീക്ക് സൊല്യൂഷൻ. യുണീക്ക് സൊല്യൂഷന്റെ കേസിലെ എന്നിന് എത്ര വാല്യൂ കിട്ടി? 4 വാല്യൂ കിട്ടി അല്ലേ? ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം ആരാ? 6. അപ്പോൾ 4/6 എന്ന് കിട്ടും. ഇത് ഏതിന് ഈക്വലാ? k/6 ഈക്വലാ. അതായത് k ഈക്വൽ ടു എത്ര കിട്ടി മക്കളെ? 4. കെയുടെ വാല്യൂ എത്ര കിട്ടും? 4 എന്ന് കിട്ടും. അപ്പോൾ n ആയി k ആയി. k 4 ആണല്ലോ. ഇതിന്റെ സമ്മല്ലേ വേണ്ടത്? 4 ആണല്ലോ. എന്നിന്റെ പോസിബിൾ വാല്യൂസ് എന്ന് പറയുമ്പോൾ 3 + 4 + 5 + 6 ആണ്. 6 5 14 5 5 7 22 22 എന്ന് ആൻസർ കിട്ടും. 22 എന്ന് ആൻസർ കിട്ടും. ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. ഞാൻ സർ ഗോകുലം സ്റ്റുഡൻ്റ് ആണ്. ഹായ്, മോനാണോ മോളാണോ എന്ന് അറിയില്ല. ഹായ് മക്കൾ സായ്. റെഡി ആണല്ലോ അല്ലേ? റെഡി ആണല്ലോ? സംശയമൊന്നുമില്ലാലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് കടക്കാം അല്ലേ? 2 ക്വസ്റ്റ്യൻ കൂടി എവിടുന്ന് മെട്രിക്സിന്റെ അന്ന് ഡിസ്കസ് ചെയ്തിട്ട് നേരെ ട്രിഗണോമെട്രിയിലേക്കും ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിലേക്കും പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ച് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതാണെന്നോ? അതായത് ഇതുവരെ നമ്മൾ പറയാത്തൊരു മോഡലാണ്. ആ മോഡലിലേക്കാണ് ഞാൻ കടക്കാൻ പോകുന്നത് എന്ന് പറയുന്നത്. ഇതാണ് ആ ക്വസ്റ്റ്യൻ. എന്താ പറയുന്നത്? ദ നമ്പർ ഓഫ് വാല്യൂസ് ഓഫ് k ഫോർ വിച്ച് ദ ലീനിയർ ഇക്വേഷൻ possess a non-zero solution. ഇത് ഹോമോജീനിയസ് അല്ലേ? ax ഈക്വൽ ടു ഏത് ഫോമിലാ കിടക്കുന്നത്? ax ഈക്വൽ ടു 0 അല്ലേ? അങ്ങനെയാണെങ്കിൽ possess a non-zero solution എന്ന് പറഞ്ഞാൽ ഡിറ്റ് a ആരാണെന്നാ പഠിച്ചത്? 0 അല്ലേ? possess a non-zero എന്ന് പറഞ്ഞാൽ നോൺ ട്രിവിയൽ സൊല്യൂഷൻ ആണ്. അപ്പോൾ ഡിറ്റ് a ആരാ? 0. അപ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് എന്ത് കിട്ടും? 4 ഉണ്ട്, k ആണ്, അടുത്തത് 2 ആണ്. നെക്സ്റ്റ് 1 k ഉണ്ട്, അതേപോലെ 4 ആണ്, 1 ആണ്. അടുത്ത 2 ഉണ്ട്, അഗെയിൻ 2, അടുത്തത് 1 ഈക്വൽ ടു 0. ഇത് സോൾവ് ചെയ്താൽ kയുടെ വാല്യൂ കിട്ടും.
ഇത് സോൾവ് ചെയ്താൽ കെയുടെ വാല്യൂ കിട്ടും. ഇത് സോൾവ് ചെയ്യുക എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു ആദ്യത്തത് 4 മൈനസ് 2 ആണ്, കറക്റ്റ് ആണെന്നാണ് തോന്നുന്നത്. പ്ലസ് കെ ഇൻറ്റു രണ്ടാമത്തത് കിട്ടുക കെ മൈനസ് 2 എന്ന് കിട്ടും. പ്ലസ് 2 ഇൻറ്റു അടുത്ത് എന്താ കിട്ടുക? 2k മൈനസ് 8 എന്ന് കിട്ടും. 2k മൈനസ് 8 എന്ന് കിട്ടും. റെഡി അല്ലേ? റെഡി ആണെന്ന് കരുതുന്നു. ഈക്വൽ ടു 0. അപ്പോൾ 4 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ ആദ്യത്തത് 8 എന്ന് കിട്ടും. രണ്ടാമത്തത് കെ സ്ക്വയർ മൈനസ് 2k എന്ന് കിട്ടും. മൂന്നാമത്തത് പ്ലസ് 4k എന്ന് കിട്ടും. മൈനസ് 16 ഈക്വൽ ടു 0. അതായത് ആദ്യത്തെ ടേം കെ സ്ക്വയറാണ്. കെ സ്ക്വയർ അല്ലേ? അടുത്ത് എന്ത് കിട്ടും? മൈനസ് 2k പ്ലസ് 4k എന്ന് പറഞ്ഞാൽ 2k എന്ന് കിട്ടും. നമ്പർ 8 മൈനസ് 16 എന്ന് പറഞ്ഞാൽ മൈനസ് 8 ഈക്വൽ ടു എത്രയാണെന്ന് കിട്ടും? 0 ആണെന്ന് കിട്ടും. തെറ്റിയിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത്. തെറ്റിയിട്ടില്ല എന്നാണ് കരുതുന്നത്. ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ ഇതിനെ കെ പ്ലസ് 4 ഇൻറ്റു എന്ത് ചെയ്താൽ കെ മൈനസ് 2 ഈക്വൽ ടു 0 എന്ന് പറയാം. അതായത് സിംപ്ലിഫൈ ചെയ്താൽ കെ ഈക്വൽ ടു മൈനസ് 4 എന്നും കെ ഈക്വൽ ടു 2 എന്നും കിട്ടും. രണ്ടും തെറ്റിയോ? മൈനസ് ആണോ? എത്ര സൊല്യൂഷൻ? 2 സൊല്യൂഷൻ. പക്ഷേ സൊല്യൂഷനകത്ത് മിസ്റ്റേക്ക് വന്നോ എന്ന് എനിക്ക് സംശയം. അപ്പോൾ ഇത് 4 മൈനസ് 2 എന്ന് കിട്ടും. 8 കിട്ടും. അപ്പോൾ അടുത്തെടുക്കുന്ന സമയത്ത് കെ മൈനസ് 2 എന്ന് കിട്ടും. കെ മൈനസ് 2. തെറ്റുണ്ട്. ഇത് മൈനസ് കെ അല്ലേ വേണ്ടത്? ഇത് മൈനസ് കെ അല്ലേ വേണ്ടത്? യെസ്, അതാണ് തെറ്റിയത്. എന്താ കുട്ടി ഇങ്ങനെ തെറ്റിക്കുന്നത്? അപ്പോൾ 8 മൈനസ് കെ സ്ക്വയർ എന്ന് വരും. ഇനി ഇവിടെ അടുത്ത് എന്താ കിട്ടുക? പ്ലസ് മൈനസും മൈനസും പ്ലസ് 2k എന്ന് വരും അല്ലേ? അപ്പോൾ മൈനസ് കെ സ്ക്വയർ എന്ന് പറയുമ്പോൾ വാല്യൂസിൽ ചെറിയൊരു മാറ്റം വരും. വാല്യൂസിൽ മാറ്റം വരിക എന്ന് പറയുമ്പോൾ ഇതിൽ മാറ്റം വരിക എന്ന് പറയുമ്പോൾ ആദ്യത്തത് മൈനസ് കെ സ്ക്വയർ, ചിഹ്നം മാറ്റിക്കഴിഞ്ഞാൽ കെ സ്ക്വയർ. 2k പ്ലസ് അപ്പോൾ എന്തായിട്ട് മാറും? 6k ആയിട്ട് മാറും. എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാൻ പറ്റും? മൈനസ് 6k എന്ന് എഴുതാൻ പറ്റും. 8 മൈനസ് 16 എന്ന് പറഞ്ഞാൽ മൈനസ് 8 ആണ്. പ്ലസ് 8 ഈക്വൽ ടു 0 എന്ന് പറയും. ഇപ്പം ശരിയാണ്. അപ്പോൾ കെ മൈനസ് 4 ഇൻറ്റു കെ മൈനസ് 2 ഈക്വൽ ടു 0 എന്ന് പറയാം. കെക്ക് 2 വാല്യൂ കിട്ടും. 4,2. നേരത്തെയും 2 കിട്ടിയിരിക്കുന്നത്. പക്ഷേ എനിക്കൊരു കൺഫ്യൂഷൻ വന്ന്, കാരണം പ്രോഡക്റ്റും സമ്മും ചെക്ക് ചെയ്യുന്ന സമയത്ത് അത് തെറ്റാണോ എന്നൊരു കൺഫ്യൂഷൻ വന്ന്. തെറ്റായിരുന്നു. -4 അല്ല, +4 ആണ്. അപ്പോൾ 2 സൊല്യൂഷൻ കിട്ടും. ആ 2 സൊല്യൂഷൻ ഞാൻ എഴുതി വെച്ച് കഴിഞ്ഞു. ഇതാണ് എനിക്ക് ഏതിനെക്കുറിച്ച് പറയാനുള്ളത്? മാട്രിക്സിനെ കുറിച്ച് പറയാനുള്ളത്. ഇതാണ് മാട്രിക്സിനെ കുറിച്ച് പറയാനുള്ളത്. ഇത്രയും ഭാഗം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. മാട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസ് എന്ന ടോപ്പിക്കാണ് പറഞ്ഞു കഴിഞ്ഞത്. ഇനി അവസാനമായിട്ട് നമുക്കൊരു ചാപ്റ്ററും കൂടി പഠിക്കാനുണ്ട്. നിങ്ങളൊക്കെ പ്രിയപ്പെട്ട ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിന് സാധാരണ ട്രിഗണോമെട്രിക് ഫംഗ്ഷനാണ്. അതിൻ്റെ കൂടെ തന്നെ ഇൻവേഴ്സും പഠിക്കണം. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ അന്ന് സാധാരണ ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കാറുണ്ട്. ആ ക്വസ്റ്റ്യൻ ഏതാണെന്ന് കണ്ടെത്താനുള്ള യാത്രയിലാണ് നമ്മൾ. തുടക്കം നോക്കുക, നമുക്ക് ഏത് ക്വസ്റ്റ്യനിലാണ് എന്ന് പരിശോധിക്കാം. ട്രിഗണോമെട്രിക് ആൻഡ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ. നാളെ എക്സാം ഉള്ളത് കൊണ്ട് വളരെ നേരത്തെ തന്നെ നമ്മളെ ലൈവ് നമ്മൾ അവസാനിപ്പിക്കും. അപ്പോൾ ആദ്യ ക്വസ്റ്റ്യൻ ഞാൻ പറയാതെ തന്നെ മക്കൾക്ക് ഇതിൻ്റെ കമൻറ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ആൻസർ എത്രയാണ്? കാരണം അത്രയ്ക്ക് സിമ്പിളായൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. പ്രീവിയസ് ഇയർ ജെയ്ക്ക് ചോദിച്ചതാണ്. ദ വാല്യൂ ഓഫ് സൈൻ 70 ഇൻറ്റു കോട്ട് 10 ഇൻറ്റു കോട്ട് 70 -1 ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ഇതല്ലേ ചോദിച്ചത്? അതായത് ആദ്യം നമ്മുടെ കൂടെയുള്ളത് ആരാണ്? സൈൻ 70 ആണുള്ളത് അല്ലേ? സൈൻ 70 ആണുള്ളത്. ഇൻറ്റു അടുത്തത് ആരാ ഉള്ളത്? ഒരു ബ്രാക്കറ്റിനുള്ള കോട്ട് 10 എന്ന് പറഞ്ഞാൽ അവൻ കോസ് 10 ഡിവൈഡഡ് ബൈ ആരാണ്? സൈൻ 10. ഇൻറ്റു കോട്ട് 70 എന്ന് പറഞ്ഞാൽ കോസ് 70 ഡിവൈഡഡ് ബൈ ആരാണ്? സൈൻ 70 എന്ന് കിട്ടി. -1. ഇതാണ് അല്ലേ? ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ 70 തുടക്കത്തിൽ എഴുതി. ഇതിനാ ആദ്യത്തതില് കോസ് 10, രണ്ടാമത്തതില്
കോസ് 70 മൈനസ് ക്രോസ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് സൈൻ 10 ഇൻറ്റു സൈൻ 70 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുമ്പം സൈൻ 10 ഇൻറ്റു സൈൻ 70 എന്ന് കിട്ടും. ഇവിടെ ഇവരെ നമുക്ക് ഒഴിവാക്കാം. ഒഴിവായിക്കൂടെ? ന്യൂമറേറ്റർ പരിശോധിച്ച് നോക്ക് ഏത് ഫോമിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ. എന്താ കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചത് കോസ് ഓഫ് എക്സ് പ്ലസ് വൈ ആ. എക്സിൻ്റെ സ്ഥാനത്ത് 10 ഉണ്ട്, വൈയുടെ സ്ഥാനത്ത് 70 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോസ് ഓഫ് 10 പ്ലസ് 70 എന്ന് പറയുമ്പം 80 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ആരാ? സൈൻ 10. സൈൻ 10 അല്ലേ? എടാ മക്കളെ, കോസ് 80 എന്ന് പറയുന്നത് നോക്കണേ, കോസ് 80 എന്ന് പറയുന്നത് സൈൻ 10 തന്നെയല്ലേ? കോസ് 80 എന്ന് പറഞ്ഞാൽ എന്തേലും നമ്മൾ പഠിച്ചത് സൈൻ 90 മൈനസ് ഏതാ? കോസ് 80 നമുക്ക് എങ്ങനെ മാറ്റി ചെയ്താ? കോസ് ഓഫ് 90 മൈനസ് 10 അല്ലേ? അത് സൈൻ അല്ലേ? എന്ന് പറഞ്ഞാൽ ഇതിനെ ഡിവൈഡഡ് ബൈ എത്രയാണ്? സൈൻ 10. സൈൻ 10 ഡിവൈഡഡ് ബൈ സൈൻ 10 എന്ന് പറയുമ്പോൾ ആൻസർ എത്ര കിട്ടും? 1 എന്ന് കിട്ടും. അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണോ മക്കളെ? ആണല്ലോ. എങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നു. ക്വസ്റ്റ്യൻ വായിച്ചു നോക്ക്, വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. സൈൻ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് 1 അതാണ് ആദ്യം പറയുന്നത്. ആ പറയുന്ന ഡാറ്റയിൽ നിന്ന് തന്നെ ഒരു കാര്യം നമുക്ക് പറയാൻ പറ്റും. ഈ സൈൻ എക്സ് എന്ന പഹേന എങ്ങനെ മാറ്റി ചെയ്താ? 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് മാറ്റി ചെയ്താ. 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? കോസ് സ്ക്വയർ എക്സ്. അപ്പോ എൻ്റെ മക്കളെ കണ്ടോ, സൈൻ എക്സ് എന്ന് പറയുന്നതും കോസ് സ്ക്വയർ എക്സ് എന്ന് പറയുന്നതും ആരാ? സെയിം ആണ്. ഇനി രണ്ടാമത് എക്സ് ബിലോങ്സ് ടു 0 to π/2 എന്ന് പറയുന്നുണ്ട്. കോസ് റൈസ് ടു 12x പ്ലസ് ടാൻ റൈസ് ടു 12x പ്ലസ് 3 ഇൻറ്റു ഇത്രയും ഭാഗം കോസ് റൈസ് ടു 10x പ്ലസ് ടാൻ റൈസ് ടു 10x പ്ലസ് കോസ് റൈസ് ടു 8x പ്ലസ് ടാൻ റൈസ് ടു 8x പ്ലസ് കോസ് റൈസ് ടു 6x പ്ലസ് ടാൻ റൈസ് ടു 6x. എക്സ്പ്രഷൻ കാണുമ്പോൾ ഒരു വലിയൊരു ഫോം കിടക്കുന്നുണ്ട്. ഇതെന്താണ് എന്ന് ആലോചിക്കും അല്ലേ? നമുക്ക് കോസ് മാത്രം മാറ്റി എഴുതാം, അതേപോലെ ടാനും ഒരുമിച്ച് മാറ്റി എഴുതാം. അങ്ങനെ മാറ്റി എഴുതുമ്പോൾ നമുക്ക് എന്താ കിട്ടുക എന്ന് പരിശോധിക്കാം. കോസ് മാത്രം എടുത്തുകൊണ്ട് മാറ്റി എഴുതുമ്പം ആദ്യം കിട്ടുന്നത് കോസ് റൈസ് ടു 12x. റെഡി അല്ലേ? രണ്ടാമത് 3 ഇൻറ്റു നോക്കണേ പ്ലസ് 3 ഇൻറ്റു കോസ് റൈസ് ടു ആരാണ്? 10x. റെഡിയാണല്ലോ. മൂന്നാമത്തെ 3 ഇൻറ്റു വീണ്ടും കോസ് അവിടെ കിടക്കുന്നുണ്ടല്ലോ, കോസ് റൈസ് ടു ആരാണ്? 8x അല്ലേ? പ്ലസ് ലാസ്റ്റ് ആര് കിടക്കുന്നുണ്ട്? കോസ് റൈസ് ടു 6x പ്ലസ് ഇനി ടാൻ ഇതേപോലെ മാറ്റി ചെയ്യുന്ന സമയത്ത് ടാൻ റൈസ് ടു ആരാണ്? 12x. റെഡി അല്ലേ? രണ്ടാമത് എന്ത് കിട്ടും? 3 ഇൻറ്റു ടാൻ റൈസ് ടു നോക്കണേ ടാൻ റൈസ് ടു 10x പ്ലസ് 3 ഇൻറ്റു ടാൻ റൈസ് ടു ആരാണ്? 8x പ്ലസ് അടുത്തതോ ടാൻ റൈസ് ടു ആരാ? 6x. കിട്ടുമല്ലോ മക്കളെ. ഇതിൻ്റെ ഒരു പ്രത്യേകത കാണുന്നുണ്ടോ നിങ്ങൾ? നോക്കണേ, എ ക്യൂബ് പ്ലസ് 3a പ്ലസ് 3a സ്ക്വയർ ബി പ്ലസ് 3ab സ്ക്വയർ പ്ലസ് ആരാ? ബി ക്യൂബ്. ആ ഫോമിലല്ലേ വന്നത് അല്ലേ? അപ്പോൾ ഇത് ശരിക്കും ഒരു എ ക്യൂബ് ഫോമിലാണുള്ളത്. കോസ് റൈസ് ടു 12 അല്ലേ? അല്ലേ? അങ്ങനെയാണെങ്കിൽ ആക്ച്വലി ആ പഹേന അല്ലെങ്കിൽ ആ ആളെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? കോസ് റൈസ് ടു 4x എന്ന് എഴുതാം. ഇത് കോസ് റൈസ് ടു 6 അല്ലേ ലാസ്റ്റ് ഉള്ളത്? അതിനെങ്ങനെ മാറ്റി എഴുതാം? കോസ് സ്ക്വയർ എക്സ് എന്ന് മാറ്റി എഴുതാം ഹോൾ ക്യൂബ്. ഇതല്ലേ ഇവിടെ കിടക്കുന്നത്? ഇതല്ലടോ ഇവിടെ കിടക്കുന്നത് അല്ലേ? അപ്പോ അതിനെ മാറ്റി എഴുതിയല്ലോ. അതേപോലെ രണ്ടാമത്തെ ആള് ടാനിൻ്റെ കേസ്, ഇതേപോലെ ടാനിൻ്റെ കേസ് മാറ്റി എഴുതാൻ പറ്റുമല്ലോ. ഇതേപോലെ മാറ്റി എഴുതുക എന്ന് പറയുമ്പോൾ ടാൻ റൈസ് ടു 12 ആണ്, അത് ടാൻ റൈസ് ടു 4x എന്ന് പറയും. ഇനി ലാസ്റ്റ് ടാൻ റൈസ് ടു 6 ആണ്, അത് ടാൻ സ്ക്വയർ എക്സ് എന്ന് പറയാം ഹോൾ ക്യൂബ്. ഇതാണല്ലോ ഇത്രയും വലുതായിട്ട് എഴുതിയിരിക്കുന്ന ആൾക്കാർ
അല്ലേ? ഇനി ഇതെന്താണെന്ന് കണ്ടുപിടിച്ചാൽ പോരെ? ഇതെന്താണെന്ന് എങ്ങനെ കണ്ടുപിടിക്കുക? നോക്കണേ, നിങ്ങൾക്ക് തന്നിരിക്കുന്നത്, ഫസ്റ്റ് തന്നിരിക്കുന്നത് സൈൻ എക്സ് എന്ന് പറയുന്നത് ആർക്ക് ഈക്വലാ? കോസ് സ്ക്വയർ എക്സിന് ഈക്വലാ. ഈക്വൽ അല്ലേ? അപ്പോ ഇതിനെ സ്ക്വയർ ചെയ്താൽ സൈൻ സ്ക്വയർ എക്സ് ആർക്ക് ഈക്വലാ? കോസ് റേസ് ടു 4x ഈക്വലാ. അപ്പോൾ ഇവിടെ കോസ് റേസ് ടു 4x സ്ഥാനത്ത് എനിക്ക് എന്ത് എഴുതാം? സൈൻ സ്ക്വയർ എക്സ് എന്ന് എഴുതാം. ഇനിയോ കോസ് സ്ക്വയർ എക്സിന്റെ സ്ഥാനത്ത് എനിക്ക് എന്ത് എഴുതാം? സൈൻ എക്സ് എന്ന് എഴുതാം. എഴുതിക്കൂടെ? അത് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. ഹോൾ ക്യൂബ്. നോക്കൂ മക്കളെ, സൈൻ സ്ക്വയർ എക്സ് പ്ലസ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ഇതെന്തായിട്ട് മാറും? 1 ക്യൂബ് ആയിട്ട് മാറും. 1 ക്യൂബ് ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഇത് കിട്ടൂലേ? അല്ലേ? അപ്പോൾ മക്കൾക്ക് എന്ത് കിട്ടി? കോസ് റേസ് ടു 4x പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? 1 ആണെന്ന് കിട്ടി. ഇനി ഇതേപോലെ ഇതെന്താണെന്ന് കണ്ടുപിടിക്കണ്ടേ? അല്ലേ? ഇനി അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ പരിശോധിച്ചോ. ടാൻ സ്ക്വയർ അല്ലേ ഒന്നുള്ളത്? ആ ടാൻ സ്ക്വയർ എക്സിനാ, നോക്കണേ, ടാൻ സ്ക്വയർ എക്സിനാ സൈൻ സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ എന്ത് എഴുതാ? കോസ് സ്ക്വയർ എക്സ് എന്ന് എഴുതാം. അല്ലേ? സൈൻ സ്ക്വയർ എക്സ് ആർക്ക് ഈക്വലാ? നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്, കോസ് റേസ് ടു 4x ഈക്വലാ ഡിവൈഡഡ് ബൈ എന്ത് കിട്ടി? കോസ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ ഇത് സിംപ്ലിഫൈ ചെയ്താൽ മക്കൾക്ക് എന്ത് കിട്ടും? കോസ് സ്ക്വയർ എക്സ്. ടാൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു കോസ് സ്ക്വയർ എക്സ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടത് ടാൻ റേസ് ടു 4x കൂടിയും വേണ്ടേ? അതാരാ? ടാൻ സ്ക്വയർ എക്സ് ആരാണോ അതിനെ സ്ക്വയർ ചെയ്താൽ മതി. ടാൻ സ്ക്വയർ എക്സ് ആരാ? കോസ് സ്ക്വയർ എക്സ് ആണ്. അതിനെ സ്ക്വയർ ചെയ്താൽ എന്തായിട്ട് മാറും? കോസ് റേസ് ടു 4x ആയിട്ട് മാറും. 4x ആയിട്ട് മാറും അല്ലേ? അപ്പോൾ ആ വാല്യൂ ഇവിടെ കൊടുക്കുന്ന സമയത്ത് ഇതാ ടാൻ റേസ് ടു 4x ആരായിട്ട് മാറി മക്കളെ? ഇത് കോസ് റേസ് ടു 4x ആയിട്ട് മാറി. രണ്ടാമത്തെ ആൾ ആരായിട്ട് മാറി? കോസ് സ്ക്വയർ എക്സ് ആയിട്ട് മാറി. ഹോൾ ക്യൂബ് അല്ലേ? ഇതിൻ്റെ വാല്യൂ അല്ലേ നമ്മൾ നേരത്തെ ചെയ്തു വെച്ച 1 ആണെന്ന്? ഇതാ കോസ് റേസ് ടു 4x പ്ലസ് കോസ് സ്ക്വയർ എക്സ് 1 ആണെന്ന് അല്ലേ? അപ്പോൾ ഇതും എത്രയായിട്ട് മാറി? 1 ആയിട്ട് മാറി. ഒന്നാമനും 1 ആണ്, രണ്ടാമനും 1 ആണ്. അപ്പോൾ 1 + 1 എന്ന് കിട്ടും. 1 + 1 ഈക്വൽ ടു 2. ഓപ്ഷൻ 3 ആണ് റൈറ്റ് ആൻസർ കിട്ടുക. ഓപ്ഷൻ 3 ആണ് റൈറ്റ് ആൻസർ കിട്ടുക. ക്ലിയർ ആണോ? ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണോ മക്കളെ? റെഡി ആണല്ലോ? യെസ്. അപ്പോൾ അടുത്തതിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്. ദ നമ്പർ ഓഫ് സൊല്യൂഷൻ ഓഫ് ദ ഇക്വേഷൻ. എക്സാമിന് പലപ്പോഴായിട്ടും ചോദിക്കുന്ന നമ്പർ ഓഫ് സൊല്യൂഷൻ ട്രിഗണോമെട്രിയിൽ നോക്ക്. 4 സൈൻ സ്ക്വയർ എക്സ് മൈനസ് 4 കോസ് ക്യൂബ് എക്സ് പ്ലസ് 9 മൈനസ് 4 കോസ് എക്സ് ഈക്വൽ ടു 0. റൂം ബ്ലോക്സ്. അപ്പോൾ നോക്കെ ഈക്വൽ ടു 0. നമ്പർ ഓഫ് സൊല്യൂഷൻ കാണാനല്ലേ പറഞ്ഞത് അല്ലേ? അപ്പോൾ എക്സ് ബിലോങ്സ് ടു -2π to 2π ആണല്ലോ പറയുന്നത്. നമ്പർ ഓഫ് സൊല്യൂഷൻ കാണണമെങ്കിൽ തന്നിരിക്കുന്ന സൈലം വടകര ക്രാഷ് കോഴ്സ്. ഹായ് മോനെ, ഹായ് 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 കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കണേ, നമ്പർ ഓഫ് സൊല്യൂഷൻ കാണാനല്ലേ പറഞ്ഞിരിക്കുന്നത്. നമ്പർ ഓഫ് സൊല്യൂഷൻ കാണണമെങ്കിൽ തന്നിരിക്കുന്ന ഇക്വേഷനിലേക്ക് കണ്ണോടിക്കുക. എല്ലാം ഒരേ ട്രിഗണോമെട്രിക് ഫംഗ്ഷനിലാണോ എന്ന് നോക്കുക. അല്ലെങ്കിൽ ഒരേ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ഫോമിലേക്ക് കൊണ്ടുവരാം. നോക്ക്, ഇത് സൈൻ സ്ക്വയറില, ബാക്കിയൊക്കെ കോസിലാണ് ഉള്ളത്. അപ്പോൾ ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് ഈ സൈൻ സ്ക്വയറിനെ കോസിലേക്ക് മാറ്റുന്നതല്ലേ ഏറ്റവും എളുപ്പം. എങ്ങനെ മാറ്റാം? 4 ഇൻറ്റു സൈൻ സ്ക്വയർ എക്സിന് 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് എന്ന് നമുക്ക് എഴുതാം. റെഡി ആണല്ലോ? മൈനസ് അടുത്തത് അത് അങ്ങനെ തന്നെ 4 കോസ് ക്യൂബ് എക്സ് തന്നെ
പ്ലസ് അടുത്തതാരാ 9 മൈനസ് 4 കോസ് എക്സ് ഈക്വൽ ടു ആരാണ് 0. ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുമ്പം ആദ്യത്തത് 4, അടുത്തത് -4 കോസ് സ്ക്വയർ എക്സ് എന്ന് കിട്ടും, അടുത്തത് -4 കോസ് ക്യൂബ് എക്സ് എന്ന് കിട്ടും അല്ലേ. ഇനിയോ പ്ലസ് 9 ഉണ്ട്, ലാസ്റ്റ് -4 കോസ് എക്സ് എന്ന് കിട്ടും ഈക്വൽ ടു ആരാ 0. അയ്യോ ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ഉണ്ടോ? 4 സൈൻ സ്ക്വയർ എക്സ്, ഈ ക്വസ്റ്റിൻ്റെ അകത്ത് മിസ്റ്റേക്ക് ഉണ്ട്. ഒരു കുട്ടി പറഞ്ഞതിൻ്റെ തൊട്ട് ഈക്വൽ ടു 0 അല്ല, ഈക്വൽ ടു 13. താങ്ക്സ് അസ്ലം, താങ്ക്സ്. പ്ലസ് 13 ആണോ നോക്കട്ടെ. ഈക്വൽ ടു 13 അല്ലേ? യെസ്, ഈക്വൽ ടു 13. ഈക്വൽ ടു 13 ആടാ. ഈക്വൽ ടു 13 ആണോ? അല്ലല്ലോ, ഇങ്ങനെ അല്ലല്ലോ ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നെയാണ്. 9 4 കറക്റ്റ് തന്നെയാണ്, ക്വസ്റ്റ്യൻ കറക്റ്റ് തന്നെയാണ്. ഞാൻ നീ എന്നെ തെറ്റിക്കല്ലേ, ക്വസ്റ്റ്യൻ കറക്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം? 9 4 13 എന്ന് കിട്ടും അല്ലേ. ബാക്കിയൊക്കെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നോക്കണേ, ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പം ഹയസ്റ്റ് പവർ ആദ്യം എഴുതാം. എല്ലാം 4ൻ്റെ മൾട്ടിപ്പിൾ അല്ലേ. 4 ഇൻറ്റു കോസ് ക്യൂബ് എക്സ് കറക്റ്റ് ആണ്, പ്ലസ് കോസ് സ്ക്വയർ എക്സ് കറക്റ്റ് ആണ്. ഇനി എന്ത് കിട്ടി? പ്ലസ് കോസ് എക്സ് എന്ന് കിട്ടും. ഓപ്പോസിറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്താൽ, സോൾവ് ചെയ്താൽ. ഞാൻ വിചാരിച്ചു ക്വസ്റ്റ്യനിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ട്, അതാടാ ഞാൻ അങ്ങനെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ റെഡിയാണല്ലോ അല്ലേ. അപ്പോൾ ഒരു സൈഡ് നിങ്ങൾക്ക് കിട്ടുന്നത് ഞാൻ അടുത്ത പേജിൽ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് വൃത്തിയിൽ ചെയ്താൽ 4 ഇൻറ്റു നോക്കണേ കോസ് ക്യൂബ് അല്ലേ ആദ്യം, കടവുളെ യെസ്. അടുത്തത് പ്ലസ് കോസ് സ്ക്വയർ എക്സ് പ്ലസ് അടുത്തതാരാ കോസ് എക്സ്, ഇത്രയും ഭാഗം ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടി? 13 എന്ന് കിട്ടും. 13 എന്ന് കിട്ടൂലേ. ഇനിയോ കോസ് എക്സിന്റെ മാക്സിമം മിനിമം നമുക്കറിയാം, -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു കോസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണെന്ന കാര്യം അറിയാലോ. സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു കോസ് സ്ക്വയർ എക്സ് എന്താണെന്ന് പറയാം? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണെന്ന് പറയാം. ക്യൂബ് ചെയ്ത് കഴിഞ്ഞാൽ കോസ് ക്യൂബിൻ്റെ ആണെങ്കിൽ -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു കോസ് ക്യൂബ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എത്ര കിട്ടും? 1 എന്ന് കിട്ടും. ഇത് മൂന്നും ആഡ് ചെയ്താൽ നമ്മളെ ഈ ഫോം കിട്ടുമല്ലോ. ഇത് മൂന്നും ആഡ് ചെയ്യുമ്പം ആദ്യം ഇതല്ലേ ആഡ് ചെയ്യുക, അപ്പം എന്ത് കിട്ടും? -2 എന്ന് കിട്ടും. -2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആദ്യത്തത് കോസ് ക്യൂബ് എക്സ്, രണ്ടാമത്തത് എന്താണ്? കോസ് സ്ക്വയർ എക്സ്, മൂന്നാമത്തത് ആരാണ്? കോസ് എക്സ് അല്ലേ. റൈറ്റ് ഹാൻഡ് ആഡ് ചെയ്താൽ 1 + 1 + 1 3 എന്ന് കിട്ടും. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്ന ലെഫ്റ്റ് സൈഡ് ഇത് മാത്രമല്ല, അതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഈ ഇന്നിക്വാലിറ്റിയിൽ എല്ലാത്തിനെയും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ -2 × 4 -8 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ഇൻറ്റു ദിസ് വൺ, ദാറ്റ് ഈസ് കോസ് ക്യൂബ് എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് പ്ലസ് എന്താണ്? കോസ് എക്സ് എന്ന് കിട്ടും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എത്ര? 12 അല്ലേ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എത്രയാ? 12. അതായത് നിന്റെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12 അല്ലേ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കിട്ടിയിരിക്കുന്ന ഇക്വേഷന്റെ LHS നോക്ക്. ആ LHS അല്ലേ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12 എന്ന് പറയുന്നത് അല്ലേ. ആ LHS അല്ലേ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12 എന്ന് പറയുന്നത്. RHS ആരാ? റൈറ്റ് ഹാൻഡ് സൈഡ് ആരാ? 30 അല്ലേ. ഇത് രണ്ടും ഈക്വൽ ആണോ? അതായത് LHS ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12 ആണ്, വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു 13. 13 അല്ല കിട്ടുന്നത്. 13 ആണോ കിട്ടുന്നത്? അങ്ങനെയാണെങ്കിൽ ഇത് സോൾവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എന്ന് പറഞ്ഞാൽ ഇതിന് എത്ര സൊല്യൂഷൻ ഉണ്ട്? നോ സൊല്യൂഷൻ. എന്താണ് നോ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ? നമ്പർ ഓഫ് സൊല്യൂഷൻ എന്ന് പറയുമ്പം എത്രയാണെന്ന് പറയാ? 0 ആണെന്ന് പറയാ. നമ്പർ ഓഫ് സൊല്യൂഷൻ എത്രയാണെന്ന് പറയാ? 0 ആണെന്ന് പറയാ. ക്ലിയർ ആണോ കുട്ടികളെ? ക്ലിയർ ആണോ? റെഡി ആണല്ലോ അല്ലേ. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് ആൽഫ
minus pi by 2 less than alpha less than pi by 2 is the solution of 4 cos theta plus 5 sin theta equal to 1. ഈ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ് ആൽഫ. ആൽഫ ഇൻ ബിറ്റ്വീൻ മൈനസ് പൈ ബൈ 2 ആൻഡ് പൈ ബൈ 2 ആണെന്ന് പറയുന്നുണ്ട്. ദെൻ ദ വാല്യൂ ഓഫ് ടാൻ ആൽഫ, ടാൻ ആൽഫയുടെ വാല്യൂ എന്താണെന്നാണ് പറയുന്നത്. ടാൻ ആൽഫയുടെ വാല്യൂ എന്താണെന്നാണ് പറയുന്നത് അല്ലേ. ഏതാ ഐഡൻറ്റിറ്റി തന്നത്? 4 ഇൻറ്റു കോസ് തീറ്റ പ്ലസ് 5 ഇൻറ്റു സൈൻ തീറ്റ ഈക്വൽ ടു ആരാ പറയുന്നത്? 1. ഇതല്ലേ ഐഡൻറ്റിറ്റി തന്നത് അല്ലേ. എടാ ഇതിനെ എല്ലാത്തിനെയും ഞാൻ കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 4 കോസ് തീറ്റേനെ കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4 എന്ന് കിട്ടും. 5 സൈൻ തീറ്റേനെ കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 ടാൻ തീറ്റ കിട്ടും. ഈക്വൽ ടു 1 ബൈ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ ആരാ? സീക് തീറ്റ. ഇതല്ലേ കിട്ടുക അല്ലേ. ഇനി സ്ക്വയർ ചെയ്ത് നോക്ക്. സ്ക്വയർ ചെയ്യുമ്പം നോക്കണേ, 4 പ്ലസ് 5 ടാൻ തീറ്റയുടെ സ്ക്വയർ അല്ലടോ വേണ്ടത്. ഈക്വൽ ടു റൈറ്റ് സൈഡിൽ എത്രയാ മക്കളെ കിട്ടുക? സീക് സ്ക്വയർ തീറ്റ എന്ന് കിട്ടും. റെഡി അല്ലേ. ലെഫ്റ്റ് സൈഡ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 4 ആണ് 16 എന്ന് എഴുതാ. അപ്പോൾ അടുത്തത് 25 എന്ത് എഴുതാ? ടാൻ സ്ക്വയർ തീറ്റ എന്ന് എഴുതാ. ബി സ്ക്വയർ അല്ലേ വേണ്ടത്. 2ab എന്ന് പറയുമ്പം 4 5 20, 20 എന്ന് പറയുമ്പോൾ 40 എന്ന് കിട്ടും. 40 ടാൻ തീറ്റ എന്ന് കിട്ടും. ഈക്വൽ ടു സീക് സ്ക്വയർ തീറ്റയാണ്. അത് 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് എഴുതാം. നേരത്തെ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ട്രിഗണോമെട്രിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന സമയത്ത് എല്ലാം ഒരേ ട്രിഗണോമെട്രിക് ഫോമിലാണ് വേണ്ടത്. അതുകൊണ്ടാണ് സീക് സ്ക്വയറിനെ ഞാൻ 1 പ്ലസ് ടാൻ സ്ക്വയറിലേക്ക് മാറ്റിയത്. അപ്പോൾ ഇവിടെ ഒരു ടാൻ സ്ക്വയർ തീറ്റ ഉണ്ട്. ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ. ഇവിടെ 25 ടാൻ സ്ക്വയർ തീറ്റ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അത് എത്രയായിട്ട് മാറും? 24 ടാൻ സ്ക്വയർ തീറ്റ ആയിട്ട് മാറും. ഇതാണ് ഒന്നാമത്തെ ടേം, 24 ടാൻ സ്ക്വയർ തീറ്റ. ഇനി രണ്ടാമത്തെ ടേം അതവിടെ കിടക്കുന്നുണ്ട്. എത്രയാ? 40 ടാൻ തീറ്റ എന്ന് കിട്ടും. 40 ടാൻ തീറ്റ എന്ന് കിട്ടും. ഇനി നമ്പർ ആണ്. റൈറ്റ് സൈഡിൽ 1 ഉണ്ട്, ലെഫ്റ്റ് സൈഡിൽ 16 ഉണ്ട് എന്ന് പറഞ്ഞാൽ പ്ലസ് 15 ഈക്വൽ ടു ആരാണെന്ന് പറയാ? 0 അല്ലേ. ഇതിലോട് കിട്ടാ. ഇതൊരു ക്വാഡ്രാറ്റിക് ഇൻ ടാൻ തീറ്റ ആണല്ലോ. അപ്പോൾ ടാൻ തീറ്റയുടെ വാല്യൂ കാണണമെങ്കിൽ നമുക്ക് ക്വാഡ്രാറ്റിക് ഫോം അപ്ലൈ ചെയ്താൽ മതിയല്ലോ അല്ലേ. ആ ക്വാഡ്രാറ്റിക് ഫോം അപ്ലൈ ചെയ്യുക എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ചോളെ എന്തൊക്കെയാ കിട്ടുക എന്ന്. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു മൈനസ് ബി എന്ന് പറഞ്ഞാൽ -40 പ്ലസ് ഓർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1600 കിട്ടും. -4ac എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു 15 60, 60 ഗുണിക്കണം 24, 6 2 12, 220 ടാൻ അല്ലേ. അതെങ്ങനെയാടാ 20 ടാന് വരിക? അതെങ്ങനെയാടാ വരിക? 2ab എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 4 ഇൻറ്റു 5, 4 ഇൻറ്റു 5 എത്രയാ? 20, 20 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 40 ആ കിട്ടുക. 20 ടാൻ അല്ല 40 ടാൻ ആണ് കേട്ടോ. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 60, 6 4 24, അപ്പോൾ 144 അല്ലേ. അപ്പോൾ 1440 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ 2a എന്ന് പറയുമ്പം 48 എന്ന് കിട്ടും അല്ലേ. ഇത് സിംപ്ലിഫൈ ചെയ്താൽ -40 എന്ന് കിട്ടും. പ്ലസ് ഓർ മൈനസ് ഇത് എത്ര കിട്ടുമോ? 1600 അല്ലേ. അപ്പോൾ 160 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ 48 എന്ന് പറയാം. അതായത് -40 അല്ല ആദ്യം ഉള്ളത് അല്ലേ. 160 16 അല്ലേ. അപ്പോൾ എന്ത് എഴുതാ? 16 ഗുണിക്കണം 10 എന്ന് പറയുമ്പം 4 എത്ര കിട്ടും? പ്ലസ് ഓർ മൈനസ് എത്ര കിട്ടുമോ? 4 പുറത്തെടുക്കുമ്പോൾ 160 അല്ലേ. 160 എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു 4 ഇൻറ്റു 10 അല്ലേ. യെസ് 4 √10 ഡിവൈഡഡ് ബൈ എത്രയാണെന്ന് പറയാം? 48 ആണെന്ന് പറയാം. സിംപ്ലിഫിക്കേഷൻ നടത്താലോ അല്ലേ. എല്ലാത്തിനെയും നിങ്ങൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്ക്? 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്ക്. സോ -10 കിട്ടി. പ്ലസ് ഓർ മൈനസ് √10 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ എത്ര കിട്ടും? 12 എന്ന് കിട്ടും അല്ലേ. അസ്ലം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആൻസർ 2 വാല്യൂ കിട്ടുന്നുണ്ട്. ഒന്ന് -10 പ്ലസ് √10 ബൈ 12, -10 പ്ലസ് √10 ബൈ 12 എന്ന് പറയുമ്പം ഓപ്ഷൻ സി തന്നെ കിടക്കുന്നുണ്ട് അല്ലേ. ഓപ്ഷൻ സി തന്നെ കിടക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, വേഗം ചെയ്യാൻ പറ്റുമല്ലോ. റെഡിയല്ലേ? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്.
ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ മക്കളെ? ക്ലിയർ ആണല്ലോ മക്കളെ? അങ്ങനെയാണെങ്കിൽ അടുത്ത മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത്? എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് മക്കളെ? വേഗം നോക്കിയാണേ. ഫോർ ആൽഫ കോമ ബീറ്റ ബിലോങ്സ് ടു ഓപ്പൺ ഇന്റർവെൽ 0π/2 ലെറ്റ് 3 into sine of alpha plus beta equal to 2 into sine of alpha minus beta and a real number k such that tan alpha എന്ന് പറഞ്ഞാൽ k into tan beta ആണ്. എങ്കിൽ k യുടെ വാല്യൂ എന്താണെന്നാണ് ചോദിച്ചത്. തന്നിരിക്കുന്ന കണ്ടീഷൻ എന്താ? 3 into sine of alpha plus beta ആണ്. അത് ആർക്ക് ഈക്വലാ? 2 into sine of alpha minus beta ഈക്വലാ. ഈക്വൽ അല്ലേ? ഈക്വൽ അല്ലേ? അപ്പൊ ഇത് എക്സ്പാൻഡ് ചെയ്യാലോ. 3 into സൈൻ ഓഫ് ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ ആൽഫ ഇൻറ്റു കോസ് ബീറ്റ പ്ലസ് അടുത്തതോ കോസ് ആൽഫ ഇൻറ്റു സൈൻ ബീറ്റ എന്ന് കിട്ടും. റെഡി ആണല്ലോ? റൈറ്റ് സൈഡിൽ 2 into സൈൻ ഓഫ് ആൽഫ മൈനസ് ബീറ്റ ആണ്. സൈൻ ആൽഫ ഇൻറ്റു കോസ് ബീറ്റ മൈനസ് എത്രയാ? കോസ് ആൽഫ ഇൻറ്റു സൈൻ ബീറ്റ എന്ന് കിട്ടും. ഇതല്ലേ കിട്ടുക? ഇതല്ലേ കിട്ടുക? എടാ മക്കളെ, നിങ്ങൾ ശ്രദ്ധിച്ചോളെ. ഇവിടെ ആരുണ്ട്? 3 സൈൻ ആൽഫ കോസ് ബീറ്റ ഉണ്ട്. ഇവിടെ ആരുണ്ട്? 2 സൈൻ ആൽഫ കോസ് ബീറ്റ ഉണ്ട്. ഈ ടേം ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ ക്യാൻസലേഷൻ നടന്നിട്ട് നമുക്ക് എത്ര മാത്രം കിട്ടും? ഓൺലി സൈൻ ആൽഫ ഇൻറ്റു കോസ് ബീറ്റ എന്ന് മാത്രം കിട്ടും. കോസ് ബീറ്റയാണ്, കാരണം ഒന്ന് 3 ആണ്, മറ്റൊന്ന് 2 ആണ്. റെഡി ആണല്ലോ? ഇനിയോ റൈറ്റ് സൈഡിൽ ആരുണ്ട്? -2 കോസ് ആൽഫ. നോക്കോ, -2 കോസ് ആൽഫ സൈൻ ബീറ്റ ഉണ്ട്. ഇത് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ -3 -2 -3 എത്രയായിട്ട് മാറും? -5. അതായത് -5 ഇൻറ്റു ഇതെന്താ കിട്ടുക? ഇതെന്താ കിട്ടുക? കോസ് ആൽഫ ഇൻറ്റു സൈൻ ബീറ്റ എന്ന് കിട്ടും. റെഡി ആണല്ലോ അല്ലേ? രണ്ട് സൈഡിൽ നിന്ന് നിങ്ങൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്തോ? കോസ് ആൽഫ ഇൻറ്റു കോസ് ബീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്തോ? കോസ് ആൽഫ ഇൻറ്റു കോസ് ബീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പം കോസ് ബീറ്റ കട്ടാകും. അവിടെ സൈൻ ബൈ കോസ് കിട്ടും എന്ന് പറഞ്ഞാൽ ടാൻ ആൽഫ കിട്ടും. ഈക്വൽ ടു റൈറ്റ് സൈഡിൽ -5 ഇൻറ്റു ഇതിനാ കോസ് ആൽഫ ഇൻറ്റു കോസ് ബീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കോസ് ആൽഫ കട്ട് ചെയ്ത് സൈൻ ബീറ്റ ബൈ കോസ് ബീറ്റ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? ടാൻ ബീറ്റ എന്ന് കിട്ടും. അല്ലേ? ഇത് ഏത് ഫോമിലാണുള്ളത്? ടാൻ ആൽഫ ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു ഏതാണ്? ടാൻ ബീറ്റ എന്ന ഫോമിലാണുള്ളത്. അതുകൊണ്ട് കെയുടെ വാല്യൂ ആരാണെന്ന് പറയാ? -5 ആണെന്ന് പറയാ. ഓപ്ഷൻ ബി അല്ലടാ. ആരാ സി പറഞ്ഞത്? ഓപ്ഷൻ ബി അല്ലേ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞുകൊണ്ട് ആ ക്വസ്റ്റ്യൻ നമുക്ക് അവിടെ അവസാനിപ്പിക്കാം. റെഡിയാണോ? റെഡിയാണോ മക്കളെ? റെഡിയാണോ മക്കളെ? റെഡിയാണല്ലോ? ഓപ്ഷൻ ബി ആണല്ലോ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, നമ്പർ ഓഫ് സൊല്യൂഷൻ. നോക്കിക്കോ, നമ്പർ ഓഫ് സൊല്യൂഷൻ കാണാൻ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതായിരിക്കും. ഇവിടെ sin സ്ക്വയർ എക്സ് പ്ലസ് 2 into 2x minus x square into sin x minus of 3 into x minus 1 whole square equal to 0. Where minus pi less than or equal to x less than or equal to pi എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇതല്ലേ പറഞ്ഞിരിക്കുന്നത് അല്ലേ? എനിക്കിതിന് ഇങ്ങനെ എഴുതിക്കൂടെ? ആദ്യം ആരാ? സൈൻ സ്ക്വയർ എക്സ്. ഇനിയോ ഇവിടെ എക്സ് സ്ക്വയറിന്റെ സൈന് നെഗറ്റീവ് ആണല്ലോ. അസ്ലം മുഹമ്മദ് ആരോ ഉണ്ട്. ഹായ് മകനെ. അപ്പോൾ അവിടുന്ന് മൈനസ് കോമൺ ഔട്ട് ചെയ്യാലോ. മൈനസ് കോമൺ ഔട്ട് ചെയ്താൽ എക്സ് സ്ക്വയർ പോസിറ്റീവായേ. -2x ഉണ്ട്, -2 ഉണ്ട്, ഇൻറ്റു എന്ത് എഴുതാ? സൈൻ എക്സ്. ഇനി ലാസ്റ്റ് എന്തുണ്ട്? -3 into x minus 1 whole square equal to 0 എന്ന് കിട്ടും. റെഡിയല്ലേ? റെഡിയല്ലടോ? ഞാനിതിനിങ്ങനെ മാറ്റി ചെയ്യുന്നു. ആദ്യത്തത് സൈൻ സ്ക്വയർ എക്സ് മൈനസ് രണ്ടാമത്തത് മൈനസ് സൈൻ എക്സ് ഇൻറ്റു ആദ്യത്തത് എക്സ് സ്ക്വയർ -2x. ഞാൻ 1 ആഡ് ചെയ്യുന്നു, 1 മൈനസ് ചെയ്യുന്നു. കുഴപ്പമുണ്ടോ? ഇല്ലാലോ അല്ലേ? -3 into x minus 1 whole square equal to 0. അപ്പോഴേ ഈ പെയിന്റ് അടിച്ച ഭാഗം നോക്ക്. a² -2ab + b² ഫോമിലല്ലേ ഉള്ളത് അല്ലേ?
അപ്പോൾ ആദ്യത്തേത് അത് അങ്ങനെ തന്നെ എഴുതാ. ആരാ? സൈൻ സ്ക്വയർ എക്സ് മൈനസ് അടുത്തത് ആരാ? സൈൻ എക്സ് ഇൻറ്റു ബ്രാക്കറ്റിലെ ആദ്യത്തെ 3 ടേമിനാ എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ എന്ന് എഴുതാ. ലാസ്റ്റ് ടേം ആരാ? -3 ആണ്. ബ്രാക്കറ്റിന് പുറമെ 3 ഇൻറ്റു എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് കിട്ടും. റെഡിയാണല്ലോ? അപ്പോൾ ഇതിനെ കട്ടിയിട്ട് 2 ടേമായിട്ട് മാറ്റി എഴുതാൻ പോകുന്നത് ഞാൻ. അതായത് ആദ്യത്തത് ആര് തന്നെ? സൈൻ സ്ക്വയർ എക്സ് തന്നെ മൈനസ് അടുത്തത് സൈൻ എക്സ് ഇൻറ്റു ആരാ? എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ. ഇനി മൈനസും പ്ലസ് കിട്ടും. 3 ഇൻറ്റു സൈൻ എക്സ് എന്ന് കിട്ടും. ലാസ്റ്റ് -3 ഇൻറ്റു എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് പറയും. നോക്കിക്കോളെ, ഇവിടെ സംഭവിക്കുന്നത് ഇതിൻ്റെ അന്ന് സൈൻ സ്ക്വയർ എക്സ്, ഇതിൻ്റെ അന്ന് ആരുണ്ട്? ഇതെടുക്കുക. ഇതിൻ്റെ അന്ന് 2 സൈൻ എക്സ് കോമൺ ഔട്ട് ചെയ്യും. ഇതിൽ 2 സൈൻ എക്സ് കോമൺ ഔട്ട് ചെയ്താൽ സൈൻ എക്സ് ഇൻറ്റു അല്ലേ സൈൻ സ്ക്വയർ എന്തായിട്ട് മാറി? സൈൻ എക്സ് ആയിട്ട് മാറി. 3 സൈൻ എക്സ് എന്തായിട്ട് മാറും? 3 ആയിട്ട് മാറും. ഇനി അടുത്ത 2 എന്ന് പറഞ്ഞാൽ ഇത് 2 ആണ്. ഇതിൽ 2ൽ നിന്ന് ഞാൻ എന്ത് കോമൺ ഔട്ട് ചെയ്യുന്നത്? മൈനസ് ഓഫ് എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ കോമൺ ഔട്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ആദ്യത്തത് സൈൻ എക്സ് എന്ന് കിട്ടും, രണ്ടാമത്തത് +3 എന്ന് കിട്ടും ഈക്വൽ ടു 0. ഇപ്പോൾ 2 ടേം, ആ 2 ടേമിലും സൈൻ എക്സ് +3 കോമൺ ആണ്, കോമൺ ഔട്ട് ചെയ്ത്. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ടേം സൈൻ എക്സ് എന്നും രണ്ടാമത്തത് എന്ത് കിട്ടും? എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ എന്ന് കിട്ടും ഈക്വൽ ടു 0. അല്ലേ? സിംപ്ലിഫൈ ചെയ്യുമ്പോൾ അല്ലേ ഇതല്ലേ ആദ്യം ചെയ്യേണ്ടത്? അവിടുന്ന് നമുക്ക് എന്ത് കിട്ടും? സൈൻ എക്സ് ഈക്വൽ ടു -3 എന്ന് കിട്ടും. കിട്ടുമോ -3? എപ്പോഴെങ്കിലും സൈൻ എക്സിന്റെ വാല്യൂ -3 കിട്ടുമോ? ഇല്ലാലോ. അതുകൊണ്ട് ഇത് ഒഴിവാക്കാം. ഇനി രണ്ടാമത്തെ ഇതല്ലേ സോൾവ് ചെയ്യേണ്ടത്? ഇത് സോൾവ് ചെയ്താൽ സൈൻ എക്സ് ഈക്വൽ ടു എത്ര കിട്ടും? എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. എന്ത് കിട്ടും? എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ എന്ന് കിട്ടും അല്ലേ? ഇതാണ് നമുക്ക് നമ്പർ ഓഫ് സൊല്യൂഷൻ കാണുന്നത്. അത് വളരെ സിമ്പിളാണ്. ലാസ്റ്റ് കിട്ടിയിരിക്കുന്നത് ആരാ? സൈൻ എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ അല്ലേ? അത് 2 ഫംഗ്ഷൻ ആയിട്ട് എടുക്കുന്നു. ഒന്നാമത്തെ y ഈക്വൽ ടു സൈൻ എക്സ്, രണ്ടാമത്തെ y ഈക്വൽ ടു ആരാ? എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ. ഇതിൻ്റെ 2ൻ്റെയും ഗ്രാഫ് വരക്കാൻ പോകുന്നത് ഞാൻ. സൈൻ എക്സിൻ്റെ ഗ്രാഫ് എങ്ങനെയാണ് പോവുക? ഓർമ്മയില്ലേ? സൈൻ എക്സിൻ്റെ ഗ്രാഫ് എങ്ങനെയാണ് പോകുന്നത്? ഇതേ 0 ഇങ്ങനെ പോയി ഇങ്ങനെ ഇന്ത മാതിരിയാണ് പോകുന്നത് അല്ലേ? എക്സ് സ്ക്വയറിന്റെ ഗ്രാഫ് എങ്ങനെയാ പോവുക? അത് നമുക്കറിയാം, ഇങ്ങനെയാ പോവുക. എക്സ് മൈനസ് 1 ആയതുകൊണ്ട് ആ ഗ്രാഫ് പോകുമ്പോൾ എവിടെയാ? ഏകദേശം ഇവിടെ അല്ലേ കട്ട് ചെയ്ത് കൊണ്ടുപോവുക. അതായത് ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാ പോവുക. അതായത് അതിൻ്റെ ഗ്രാഫാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഏകദേശമാണ് വരച്ചിരിക്കുന്നത്. ഈ 2 ഗ്രാഫുകളും മീറ്റ് ചെയ്യുന്ന എത്ര പോയിന്റ് ഉണ്ട്? 2 പോയിന്റ് ഉണ്ടല്ലോ. ഇന്റർസെക്ട് ചെയ്യുന്ന 2 പോയിന്റ് ഉണ്ടല്ലോ. സോ നമുക്കൊരു കാര്യം പറയാൻ പറ്റും, നമ്പർ ഓഫ് സൊല്യൂഷൻസ് എന്ന് പറയുന്നത് ആരാണെന്ന് പറയാൻ പറ്റും? 2 ആണെന്ന് പറയാൻ പറ്റും. അതാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്. അല്ലാതെ സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വളഞ്ഞ വഴിയാണ്. അപ്പോൾ 2ൻ്റെയും എന്ത് വരച്ച്? ഗ്രാഫ് വരച്ചിട്ട് 2ഉം മീറ്റ് ചെയ്യുന്ന എത്ര പോയിന്റ് ഉണ്ട് എന്ന് പരിശോധിച്ച് എന്നിട്ട് എന്ത് കാണുന്നത്? നമ്പർ ഓഫ് സൊല്യൂഷൻ എന്താണെന്ന് കാണുന്നത്. കണ്ടപ്പോൾ 2 പോയിന്റിലാണ് ഇന്റർസെക്ട് ചെയ്യുന്നത്, അതുകൊണ്ട് 2 സൊല്യൂഷൻ ഉണ്ട് എന്ന് പറയാം. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നമ്പർ ഓഫ് സൊല്യൂഷൻ കാണാൻ എക്സാമിന് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് നോക്കി വെച്ച് കൊള്ളുക. റെഡിയാണല്ലോ? റെഡിയല്ലേ? എങ്കിൽ നമുക്ക് അടുത്ത മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. If the value of 3 into cos 36 degree plus 5 into sin 18 degree plus 5 into divided by 5 into cos 36 degree minus 3 into sin 80 degree is a root 5 minus b by c, where a, b, c are natural numbers, then and അതിൻ്റെ കൂടെ തന്നെ ഒരു കണ്ടീഷൻ കൂടിയും പറയുന്നുണ്ട്. എയുടെയും സിയുടെയും GCD എന്ന് പറയുന്നത് ആരാ? 1. ദെൻ a പ്ലസ് ബി പ്ലസ് സി ആരാണെന്നാണ് ചോദിച്ചത്. ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. കാരണം cos 36 എന്താണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. √5 + 1/4.
സൈൻ 18 ഡിഗ്രി എന്താണെന്ന് പഠിക്കുന്നുണ്ട്. √5 മൈനസ് 1/4 ഈ വാല്യൂ ഡയറക്റ്റ് ആയിട്ട് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അല്ലേ? ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആ വാല്യൂ കൊടുക്കാലോ. ആദ്യം എന്താ പറയുന്നത്? 3 ഇൻറ്റു നോക്കണേ, 3 ഇൻറ്റു അടുത്തത് ആരാ പറയുന്നത്? കോസ് 36. എത്രയാ കോസ് 36? √5 പ്ലസ് 1/4. ഇനി പ്ലസ് അടുത്തത് 5 ഇൻറ്റു ഇനി ആ സൈൻ 18 ഡിഗ്രി എന്ന് പറയുന്നത് √5 മൈനസ് 1/4 ആണ്. ആ വാല്യൂ ഞാൻ അവിടെ എഴുതി. ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു കോസ് 36 എന്ന് പറയുന്നത് √5 പ്ലസ് 1/4 മൈനസ് 3 ഇൻറ്റു √5 മൈനസ് 1/4 ആ വാല്യൂ അവിടെ കൊടുക്കുന്നു. എല്ലാത്തിലും ഡിവൈഡഡ് ബൈ 4 ഉണ്ടല്ലോ അല്ലേ? അപ്പോൾ അത് കട്ട് ചെയ്യല്ലോ. അങ്ങനെയാണെങ്കിൽ ഇത് 3√5 ഇത് 5√5 എത്ര കിട്ടും? 8√5 എന്ന് കിട്ടും. തെറ്റൊന്നുമില്ലല്ലോ. ഇനി 3 ഉണ്ട്, -5 ഉണ്ട്. 3 - 5 എന്ന് പറഞ്ഞാൽ -2 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ 3√5 മൈനസ് 3 അയ്യോ തെറ്റിയോ, ഇത് 5 ആണേ. യെസ്. അപ്പോൾ 5√5 മൈനസ് ആരാണ് 3√5 എന്ന് പറയുമ്പം എന്ത് കിട്ടും? 2√5 എന്ന് കിട്ടും. ഇനിയോ 5 പ്ലസ് 3 ആണ്, എത്രയായിട്ട് മാറി? 8 ആയിട്ട് മാറി അല്ലേ? എല്ലാത്തിനും 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്ക്. അപ്പോൾ 4√5 മൈനസ് 1 ഡിവൈഡഡ് ബൈ √5 പ്ലസ് 4 എന്ന് കിട്ടും അല്ലേ? ഇതല്ലാലോ പാറ്റേൺ അല്ല. അതുകൊണ്ട് ഇതിനെ ഒന്നുകൂടി റേഷണലൈസേഷൻ ചെയ്യണം. റേഷണലൈസേഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്ററിൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. നിലവിൽ ന്യൂമറേറ്റർ ആരാ? 4√5 മൈനസ് 1 അല്ലേ? അതിനെ എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? √5 മൈനസ് അല്ലേ, പ്ലസ് 4 അല്ലേ ഉള്ളത്? യെസ്, -4 കൊണ്ട്. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററോ √5 പ്ലസ് 4 ഇൻറ്റു √5 മൈനസ് 4 എന്ന് കിട്ടും. അപ്പം ന്യൂമറേറ്റർ എന്താ കിട്ടുക? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4√5 ഇൻറ്റു √5 എന്ന് പറഞ്ഞാൽ 20. ഇനി അടുത്ത് എന്താ കിട്ടുക? -16√5 എന്ന് കിട്ടും. റെഡി അല്ലേ? ഇനിയോ -√5 എന്ന് കിട്ടും. അതും റെഡിയാണല്ലോ. തെറ്റിയോ കടവളേ? 4 ഇൻറ്റു അത് കറക്റ്റാണ്. ഇനി +4 അല്ലേ? യെസ്, ഒരു +4 കൂടി കിടക്കുന്നുണ്ട്. ഡിവൈഡഡ് ബൈ a + b ഇൻറ്റു a - b എന്ന് പറഞ്ഞാൽ 5 മൈനസ് എത്രയാണ് കിട്ടുക? 16. അപ്പോൾ ന്യൂമറേറ്റർ ആദ്യ നമ്പർ 24, അടുത്ത എത്ര കിട്ടും? -17√5 എന്ന് കിട്ടും. ഡിനോമിനേറ്റർ ആരാ? 5 - 16 എന്ന് പറഞ്ഞാൽ -11 എന്ന് കിട്ടും അല്ലേ? എല്ലാത്തിനെയും നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടും മക്കളെ, കുഞ്ഞുങ്ങളെ? 17 ഇൻറ്റു √5 മൈനസ് 24 ഡിവൈഡഡ് ബൈ എത്രയായിട്ട് മാറി? 11 ആയിട്ട് മാറി അല്ലേ? ഇതല്ലേ പാറ്റേൺ? പാറ്റേൺ എന്താ പറയുന്നത്? a√5 അല്ലടാ അല്ലേ? മൈനസ് അടുത്തത് ആരാ പറയുന്നത്? b ഡിവൈഡഡ് ബൈ ആരാ? c. അപ്പോൾ a ആരാ? a എന്ന് പറയുന്നത് മറ്റാരുമല്ല സാറേ 17. b എന്ന് പറയുന്നത് ആരാ? b എന്ന് പറയുന്നത് 24. b 24 അല്ലേ? ആൻഡ് c ഈക്വൽ ടു ആരാ പറയുന്നത്? 11. കാണേണ്ടത് a പ്ലസ് b പ്ലസ് c അല്ലേ? 3 കൂടി കൂട്ടണ്ടേ? 17 4 21 10. അയ്യോ 24 അല്ലേ? എഴുതുമ്പോൾ മാറിപ്പോയടാ, സോറി. അപ്പോൾ 24 10 34 7 41 10 51 52 എന്ന് ആൻസർ കിട്ടും. 52 ഓപ്ഷൻ 3 ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ 3 ആണ് റൈറ്റ് ആൻസർ. ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് 3-4 ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുക. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷനിലെ ആദ്യ ക്വസ്റ്റ്യൻ. Let small m and capital M respectively be the minimum and maximum value of sin inverse 2x plus sin 2x plus cos inverse 2x plus cos 2x. എന്താ പറയുന്നത് അല്ലേ? f(x) എന്താ പറയുന്നത് നോക്കണേ. f(x) പറയുന്നത് വേറെ ആരുമല്ല, ആദ്യം sin inverse 2x plus cos inverse 2x. എന്താ sin inverse x plus cos inverse x?
π/2 അപ്പോൾ അത് രണ്ടും കമ്പൈൻ ചെയ്യുമ്പോൾ π/2 എന്ന് കിട്ടും. ഇനി ആരാ ഉള്ളത്? ഒരു sin 2x കിടക്കുന്നുണ്ട്, അതേപോലെ തന്നെ അടുത്തത് ആര് കിടക്കുന്നുണ്ട്? cos 2x കിടക്കുന്നുണ്ട്. മാക്സിമം വേണം, മിനിമം വേണം, മാക്സിമം വേണം, മിനിമം വേണം, വേണ്ടേ അല്ലേ? മാക്സിമം വേണം, മിനിമം വേണമല്ലോ അല്ലേ? എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക നോക്ക്. ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവെല്ലാണ് ഡിഫൈൻ ചെയ്തത് 0 π/2 π/8 അല്ലേ? അങ്ങനെയാണെങ്കിൽ എക്സിന് നിങ്ങൾ 0 കൊടുത്തു നോക്ക്. എക്സിന് 0 കൊടുത്താൽ f(0). അപ്പോൾ ആദ്യത്തത് π/2, രണ്ടാമത്തത് sin 0 0, cos 0 ആരാ? 1. ഇനി എന്താ കണ്ടത്? ഇതാരാ? മിനിമം അല്ലേ? കാരണം ക്ലോസ്ഡ് ബൗണ്ടഡ് ഇന്റർവെൽ അല്ലേ, അതിൻ്റെ അകത്തൊരു മാക്സിമം മിനിമം ഉണ്ടാവുന്നല്ലേ പഠിച്ചേ. ഇനി എന്ത് വേണം? ക്യാപിറ്റൽ എം വേണം, മാക്സിമം വേണം. അങ്ങനെയാണെങ്കിൽ എക്സിന് എന്ത് കൊടുത്താൽ മതി? π/8 കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ ആദ്യത്തത് π/2. ഇനി sin 2 × π/8 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? sin π/4 എന്ന് കിട്ടും. രണ്ടാമത്തതും എന്ത് കിട്ടും? cos π/4 എന്ന് കിട്ടും. അതായത് π/2 പ്ലസ് 1/√2 പ്ലസ് 1/√2 അതാണ് മാക്സിമം. അതാണ് മാക്സിമം എന്ന് പറയുമ്പം ക്യാപിറ്റൽ എം എന്ന് പറയുന്നത് π/2 പ്ലസ് എന്താണെന്ന് പറയാ? 2/√2 ആണെന്ന് പറയാ. കാരണം 1/2 പ്ലസ് 1/√2 അല്ലേ എന്ന് പറഞ്ഞാൽ അതാരാ? π/2 പ്ലസ് √2 ആണ്. ഇതല്ലേ മിനിമം ആരാ കിട്ടിയിരിക്കുന്നത്? മിനിമം കിട്ടിയിരിക്കുന്നത് ഇതാണ് π/2 പ്ലസ് 1. ഇത് രണ്ടും ആഡ് ചെയ്യാനല്ലേ നിങ്ങളോട് പറഞ്ഞത്? ഇത് രണ്ടും ആഡ് ചെയ്യാനല്ലേ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്? അതല്ലേ പറഞ്ഞിരിക്കുന്നത് അല്ലേ? ആഡ് ചെയ്യുമ്പം എം പ്ലസ് എം അല്ലേ? അപ്പോൾ ആദ്യത്തത് മിനിമം π/2 പ്ലസ് 1, മാക്സിമം എന്താ കിട്ടിയത്? π/2 പ്ലസ് എത്ര കിട്ടി? √2. π/2 പ്ലസ് π/2 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? π എന്ന് കിട്ടും. പിന്നെ ആരൊക്കെയാ? 1 ഉണ്ട്, √2 ഉണ്ട്. ഇങ്ങനൊരു ആൻസർ നമ്മുടെ ഓപ്ഷൻ ഉണ്ടോ? π പ്ലസ് 1 പ്ലസ് √2 ഓപ്ഷൻ 1 ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ 1 ആണ് റൈറ്റ് ആൻസർ. ക്ലിയർ ആണോ എന്നൊന്ന് പരിശോധിച്ച് നോക്കിയാണ്. യെസ്, റാനിയ പറഞ്ഞിട്ടുണ്ട് എ ആണ് കറക്റ്റ് ആൻസർ. റാനിയാണോ ഗോകുലത്തിലെ സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞത്? റെഡിയാണോ? എങ്കിൽ രണ്ടാമത്തെ മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നു. എന്താ പറയുന്നത്? If alpha equal to cos inverse 3/5, beta equal to tan inverse 1/3, where alpha and beta lies between 0 and π/2 first quadrant. Then alpha minus beta എന്താണെന്നാ ചോദിച്ചത്. എടാ ആൽഫ ആരാ തന്നത്? കോസ് ഇൻവേഴ്സ് ആരാണ്? 3/5. അങ്ങനെയാണെങ്കിൽ ഇതിനെ ടാൻ ഇൻവേഴ്സിലേക്ക് മാറ്റാൻ പറ്റുമല്ലോ. ഇതാരാ? ടാൻ ഇൻവേഴ്സ് 4/3 എന്ന് കിട്ടും. ശരിയല്ലേ? ശരിയല്ലടാ? ബീറ്റ ആരാ? ബീറ്റ എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്, ടാൻ ഇൻവേഴ്സ് 1/3 ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ടാൻ ആൽഫ നമുക്ക് കിട്ടുമല്ലോ. ടാൻ ആൽഫ ആരാ? 4/3. ഇതേപോലെ ടാൻ ബീറ്റ എത്രയാണെന്ന് പറയാം? ടാൻ ബീറ്റ ആരാണെന്ന് പറയാ? 1/3. ടാൻ ആൽഫയായി ടാൻ ബീറ്റയായി അല്ലേ? ആൽഫ മൈനസ് ബീറ്റ അല്ലേ നമുക്ക് വേണ്ടത്? ഇതേ നമ്മൾ എന്ത് കാണാൻ പോകുന്നത്? ടാൻ ഓഫ് ആൽഫ മൈനസ് ബീറ്റ. ടാൻ ഓഫ് ആൽഫ മൈനസ് ബീറ്റ എന്ന് പറഞ്ഞാൽ ആദ്യം ടാൻ ആൽഫ. ടാൻ ആൽഫ ആരാ? 4/3 മൈനസ് ടാൻ ബീറ്റ. ടാൻ ബീറ്റ ആരാ? 1/3. 1/3 തന്നെ അല്ലേ? തെറ്റിയിട്ടൊന്നും ഇല്ലാലോ. ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ ആൽഫ ഇൻറ്റു ടാൻ ബീറ്റ എന്ന് പറഞ്ഞാൽ ഇതാണ് കിട്ടുക അല്ലേ? അപ്പോൾ 4/3 മൈനസ് 1/3 എന്ന് പറഞ്ഞാൽ 3/3 ആണ്. അത് 1 എന്ന് കിട്ടും. ഡിനോമിനേറ്റർ എന്ത് കിട്ടും? 1 പ്ലസ് 4/9. 1 പ്ലസ് 4/9 എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ആരാണ്? 13/9 ആണ്. അതായത് ഇത് 9/13 എന്നാ കിട്ടുക. അപ്പോൾ ആൽഫ മൈനസ് ബീറ്റ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ആരാണെന്ന്? ടാൻ ഇൻവേഴ്സ് ഓഫ് 9/13 ആണെന്ന് കിട്ടിക്കഴിഞ്ഞു. ഇങ്ങനൊരു ഓപ്ഷൻ നമ്മളെ കൂടെ ഉണ്ടോ? 9/13 ഇല്ലാലോ? ഇല്ല. ഇതല്ല ആൻസർ, ഇതല്ല ആൻസർ. ഇനി സൈനിലേക്കും അതേപോലെ കോസിലേക്കും കൺവേർട്ട് ചെയ്യണ്ടേ? ഇതാണ് നമ്മുടെ കുഞ്ഞു ട്രയാങ്കിള്, ഇതാണ് എക്യൂട്ട് ആംഗിള്. ടാൻ എന്ന് പറഞ്ഞാൽ ഇത് ബൈ ഇതാണ് അല്ലേ?
9 13 അല്ലേ? 9 13 എന്ന് പറയുമ്പോൾ തേർഡ് സൈഡ് ഹൈപ്പോട്ന്യൂസ് നമുക്ക് എന്താ കിട്ടുക? 250 എന്ന് പറഞ്ഞാൽ 5√10 എന്ന് കിട്ടും തേർഡ് സൈഡ്. ആദ്യം നമുക്ക് സൈൻ ഇൻവേഴ്സിലേക്ക് കണക്ട് ചെയ്യാം. വിച്ച് ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് ആംഗിൾ ആൽഫ മൈനസ് ബീറ്റ ആണ്. ഓപ്പോസിറ്റ് സൈഡ് 9 ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ന്യൂസ് 5√10. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? സൈൻ ഇൻവേഴ്സ് ഓഫ് 9/5√10 ഉണ്ട്. ഓപ്ഷൻ നമ്പർ ബി ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ നമ്പർ ബി ആണ് റൈറ്റ് ആൻസർ. ക്ലിയർ ആണോ കുട്ടികളെ? ക്ലിയർ ആണോ കുട്ടികളെ? ക്ലിയർ ആണല്ലോ. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാൻ പോകുന്നു. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. എന്താ പറയുന്നത്? വീണ്ടും ക്വസ്റ്റ്യൻ വായിച്ചു നോക്ക് എന്താ പറയുന്നത്. ഫോർ ആൽഫ കോമ ബീറ്റ കോമ ഗാമ നോട്ട് ഈക്വൽ ടു 0. മൂന്നും എന്തല്ല? 0 അല്ല. സൈൻ ഇൻവേഴ്സ് ആൽഫ പ്ലസ് സൈൻ ഇൻവേഴ്സ് ബീറ്റ പ്ലസ് സൈൻ ഇൻവേഴ്സ് ഗാമ എന്ന് പറയുന്നത് പൈ ആണ്. ആൻഡ് ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ ഇൻറ്റു ആൽഫ മൈനസ് ഗാമ പ്ലസ് ബീറ്റ ഈക്വൽ ടു 3 ആൽഫ ബീറ്റ എന്ന് തന്നിട്ടുണ്ട്. ദെൻ ഗാമ ഈക്വൽ ടു എന്താണെന്നാണ് ചോദിച്ചത്. ഗാമ എന്താണെന്നാ ചോദിച്ചിരിക്കുന്നത് അല്ലേ? ഗാമ എന്താണെന്നാ ചോദിച്ചിരിക്കുന്നത്. നോക്കണേ, സൈൻ ഇൻവേഴ്സ് ആൽഫേനെ തൽക്കാലത്തേക്ക് ഞാൻ എന്തെടുക്കും? സൈൻ ഇൻവേഴ്സ് ആൽഫ ഈക്വൽ ടു ഞാൻ എ എന്ന് പറയുന്നു തൽക്കാലത്തേക്ക്, ക്യാപിറ്റൽ ലെറ്റർ എ എന്ന് പറയുന്നു. അപ്പോൾ ആൽഫ എന്ന് പറയുന്നത് സൈൻ എ എന്ന് കിട്ടും. ഇനി സൈൻ ഇൻവേഴ്സ് ബീറ്റേന ഞാൻ ബി ആയിട്ട് അസ്യൂം ചെയ്താൽ അല്ലേ, ബീറ്റ ഈക്വൽ ടു ആരാണെന്ന് പറയാ? സൈൻ ബി എന്ന് പറയാ. ഇതേപോലെ ഗാമ ഈക്വൽ ടു ഗാമ അല്ലാലോ വേണ്ടേ? സൈൻ ഇൻവേഴ്സ് ഗാമ ഈക്വൽ ടു സി എന്നെടുത്താൽ ഗാമ ഈക്വൽ ടു സൈൻ സി എന്ന് കിട്ടും. ഇത്രയും കാര്യം കിട്ടുമല്ലോ അല്ലേ? ഇനി എന്താ തന്നത്? ഡാറ്റ എന്താ തന്നത്? ഇതേ സൈൻ ഇൻവേഴ്സ് ആൽഫ പ്ലസ് സൈൻ ഇൻവേഴ്സ് ബീറ്റ പ്ലസ് സൈൻ ഇൻവേഴ്സ് ഗാമ ഈക്വൽ ടു പൈ എന്ന് പറയുമ്പോൾ എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു ആരാണെന്ന് എഴുതാ? പൈ ആണെന്ന് എഴുതാം. എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു ആരാണെന്ന് എഴുതാ? പൈ ആണെന്ന് എഴുതാ. അങ്ങനെയാണെങ്കിൽ പൈ അല്ലേ, 180 അല്ലേ? ഒരു ട്രയാങ്കിൾ മാർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാൻ പറ്റും. ഇത് നമ്മുടെ എ എന്ന വെർട്ടെക്സ്, ഇത് നമ്മുടെ ബി എന്ന വെർട്ടെക്സ്, ഇതാരാ? സി എന്ന വെർട്ടെക്സ് അല്ലേ? അപ്പൊ എയുടെ ഓപ്പോസിറ്റ് സൈഡ് ആൽഫ ആയിട്ട് എടുക്കുക, ബിയുടെ ഓപ്പോസിറ്റ് സൈഡ് ബീറ്റി ആയിട്ട് എടുക്കുക, ഇതാരായിട്ട് എടുക്കുക? ഗാമ ആയിട്ട് എടുക്കുക. എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു ആരാണ്? 5 ആണ്. ഇനി മറ്റൊരു ഡാറ്റ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഒന്ന് ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ ഇൻറ്റു അടുത്തത് ആൽഫ മൈനസ് ഗാമിയ പ്ലസ് ബീറ്റിയ. ഞാൻ എങ്ങനെ എഴുതി? ആൽഫ പ്ലസ് ബീറ്റ മൈനസ് ഗാമ എന്ന് എഴുതി. എടാ കുഞ്ഞുങ്ങളെ ഇവിടെ നോക്കണേ, ഇതേ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ആ പാറ്റേണിലല്ലേ ഉള്ളത്? എയുടെ സ്ഥാനത്ത് ആൽഫ പ്ലസ് ബീറ്റ, ബിയുടെ സ്ഥാനത്ത് ഗാമ. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഗാമ സ്ക്വയർ ഈക്വൽ ടു എത്രയാണ് തന്നത്? ഈക്വൽ ടു 3 ആൽഫ ബീറ്റ. അത് എഴുതാൻ വിട്ടുപോയി. 3 ആൽഫ ബീറ്റ, അതായത് ഈക്വൽ ടു എന്ത് പറയാ? 3 ആൽഫ ബീറ്റ എന്ന് പറയും. ശരിയാണല്ലോ? ഇത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ പ്ലസ് 2 ആൽഫ ബീറ്റ ഈസ് ഈക്വൽ ടു 3 ആൽഫ ബീറ്റ എന്ന് കിട്ടും. റെഡി അല്ലേ? എന്ന് പറയുമ്പം എനിക്കിതിനെ ഇങ്ങനെ, അയ്യോ ആരാ വിട്ടുപോയത്? ഒരാളെ വിട്ടിട്ടുണ്ട്. ആരെയാ വിട്ടത്? മൈനസ് ഗാമ സ്ക്വയർ ഈക്വൽ ടു 3 ആൽഫ ബീറ്റ എന്ന് പറയാ. അതായത് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ മൈനസ് ഗാമ സ്ക്വയർ ഈക്വൽ ടു എന്ത് കിട്ടും? ആൽഫ ബീറ്റ എന്ന് കിട്ടും. 2 ആൽഫ ബീറ്റ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോയാൽ 3 ആൽഫ ബീറ്റ മൈനസ് 2 ആൽഫ ബീറ്റ എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ ആൽഫ ബീറ്റ എന്ന് കിട്ടും അല്ലേ? ഞാനിതിന് ഇങ്ങനെ മാറ്റി ചെയ്യുന്നടാ. ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ മൈനസ് ഗാമ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആൽഫ ബീറ്റ ഈക്വൽ ടു 1 എന്ന് എഴുതുന്നു. കൊസൈൻ ഫോർമുല ഓർമ്മയില്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഡിനോമിനേറ്ററിനെ ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇങ്ങനെയല്ലേ സംഭവിക്കുക? അതായത് ഇതല്ലേ നമ്മുടെ സി എന്ന ആംഗിള് അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാ? കോസൈൻ ഫോർമുല അപ്ലൈ ചെയ്യാം. കോസി എന്താണെന്ന് പറയാം.
അഡ്ജസൻറ്റ് സൈഡ് ആരൊക്കെയാ? ആൽഫയും ബീറ്റയും അല്ലേ? സോ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ മൈനസ് ഓപ്പോസിറ്റ് സൈഡ് ആരാ? ഗാമ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ആൽഫ ബീറ്റ. അതാണോ ഇവിടെ തന്നിരിക്കുന്നത്? അല്ലേ? ഇത് രണ്ട് സെയിം അല്ലേ? ഈ പെയിന്റ് അടിച്ച ഭാഗം രണ്ട് സെയിം അല്ലേ? ഇതും ഒന്ന് തന്നെയല്ലടാ? ഇതും ഒന്ന് തന്നെയല്ലേ? അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് പറയാൻ പറ്റും? ഇതേ കോസി ഈക്വൽ ടു ആരാണെന്ന് പറയാ? 1/2. സി അല്ലേ വേണ്ടത്? സി എന്ന് പറഞ്ഞാൽ കോസ് ഇൻവേഴ്സ് 1/2 ആണ്. ഏത് ആംഗിളിൽ എത്തുമ്പോഴാണ് കോസിന്റെ വാല്യൂ 1/2 എന്ന് കിട്ടുന്നത്? അത് ആരാ? π/3 ആണ്. അപ്പൊ ആൻസർ ഗാമ ഈസ് ഈക്വൽ ടു ഗാമയാ കാണേണ്ടത് അല്ലേ? ഗാമ എന്ന് പറഞ്ഞാൽ ആരാ? സൈൻ സി ആണ് കാണേണ്ടത് അല്ലേ? അപ്പോൾ സി അല്ലേ കിട്ടിയിരിക്കുന്നത് π/3 എന്നത്. അപ്പോൾ ഗാമ എന്ന് പറയുമ്പോൾ എന്താണ്? സൈൻ π/3 ആണ്. സൈൻ π/3 എന്ന് പറഞ്ഞാൽ √3/2 ആണ്. √3/2 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ നമ്പർ ആരാണ്? എ ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ നമ്പർ എ ആണ് റൈറ്റ് ആൻസർ. മനസ്സിലായോ? മനസ്സിലായോ മക്കളെ? മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാലോ? റെഡി ആണല്ലോ എല്ലാവരും? യെസ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ കടക്കാൻ പോകുന്നു. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പരിശോധിച്ചുകൊണ്ട് നമുക്ക് അടുത്തതിലേക്ക് പറയാം. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. വാനിയ. Considering only the principal values of inverse trigonometric function. Inverse trigonometric functionന്റെ principal value മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. The number of positive real values of x satisfying. ഏത് കണ്ടീഷൻ? tan inverse x plus tan inverse 2x equal to ആരാ? π/4 അല്ലേ? എടാ മക്കളെ, ഇതിനല്ലേ ഈ ലാസ്റ്റ് എഴുതിയിരിക്കുന്ന എനിക്കിതിനെ ഇങ്ങനെ മാറ്റി എഴുതിക്കൂടെ? അതായത് tan ഇൻവേഴ്സ് 2x എന്ന് എഴുതാം. ബാക്കി ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടായാൽ π/4 ആണ് ഓപ്പോസിറ്റ് സൈഡിലുള്ളത്. മൈനസ് എനിക്ക് എന്ത് പറയാ? tan ഇൻവേഴ്സ് x എന്ന് പറയും. ഈ π/4 എനിക്ക് എങ്ങനെ എഴുതാ? tan ഇൻവേഴ്സ് 1 എന്ന് എഴുതാ മൈനസ് tan ഇൻവേഴ്സ് x അല്ലേ? എന്ന് പറയുമ്പോൾ ഇതിനെ എങ്ങനെ മാറ്റി എഴുതാ? tan ഇൻവേഴ്സ് ഓഫ് നോക്കണേ 1 - x ഡിവൈഡഡ് ബൈ 1 + x എന്ന് എഴുതിക്കൂടെ? അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ tan ഇൻവേഴ്സ് 2x, റൈറ്റ് സൈഡിൽ tan ഇൻവേഴ്സ് എന്താ? 1 - x ഡിവൈഡഡ് ബൈ 1 + x എന്ന് പറയുമ്പോൾ 2x ഈക്വൽ ടു ആരാണെന്ന് പറയാ? 1 - x ബൈ 1 + x ആണെന്ന് പറയാം അല്ലേ? ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് റീഅറേഞ്ച് ചെയ്താൽ ഒന്ന് നിങ്ങൾക്ക് കിട്ടുക 2x². പിന്നെ 2x-ഉം 3x ആയിട്ട് മാറും അല്ലേ? 3x എന്ന് കിട്ടും. -1 = 0. ഇതാണ് ക്വാഡ്രാറ്റിക് കിട്ടുക അല്ലേ? ഇത് സിംപ്ലിഫൈ ചെയ്താൽ മക്കൾക്ക് കിട്ടുന്നത് നോക്കണേ, ഒരു -3 കിടക്കുന്നുണ്ട്. ± അണ്ടർ റൂട്ട് b² - 4ac എന്ന് പറഞ്ഞാൽ 9 ഉം 4 2 8 17 എന്ന് കിട്ടും. ബൈ 2a എന്ന് പറയുമ്പോൾ 4 എന്ന് കിട്ടും. ശരിയല്ലേ? 2 വാല്യൂ ആണ് കിട്ടുന്നത് അല്ലേ? ഏതൊക്കെയാ 2 വാല്യൂ? ഒന്ന് നമുക്ക് കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത് -3 പ്ലസ് √17 7 ആണോ 17 ആണോ 17 ഡിവൈഡഡ് ബൈ 4. രണ്ടാമത്തെ വാല്യൂ -3 മൈനസ് √17 ഡിവൈഡഡ് ബൈ 4. 2 വാല്യൂ കിട്ടില്ലേ? ഇനിയോ നമുക്കറിയാം tan ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറയുന്നത് -π/2 to π/2 ഓപ്പൺ ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ ഏകദേശം -1.57 മുതൽ +1.57 വരെ ഇതല്ലേ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവരെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. അതായത് ഒരാളാരാ? -3 പ്ലസ് √17 ബൈ ആരാണെന്ന് 4 ആണെന്ന് ഒരാൾ കിട്ടും. ഇനി രണ്ടാമത്തെ ആള് ഇത് നോക്ക്, ഇതല്ലേ രണ്ടാമത്തെ ആള്? ഇത് ഈ ഇന്റർവെല്ലല്ല വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതിനെ ഒഴിവാക്കാം. ഇതല്ല സൊല്യൂഷൻ. അപ്പോ നമ്പർ ഓഫ് സൊല്യൂഷൻ എന്നല്ലേ ചോദിച്ചത്? നമ്പർ ഓഫ് പോസിറ്റീവ് റിയൽ വാല്യൂസ് ഓഫ് എക്സ് അല്ലേ ചോദിച്ചത്? എത്ര കിട്ടുന്നുണ്ട്? സോൾവ് ചെയ്തപ്പോൾ 2 വാല്യൂ കിട്ടുന്നുണ്ട്.
എന്താ കൺസിഡർ ചെയ്യാൻ പറഞ്ഞേ? പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചാണ് കൺസിഡർ ചെയ്യാൻ പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു വാല്യൂ മാത്രമേ അവിടെ സാറ്റിസ്ഫൈ ചെയ്യൂ. അപ്പോൾ നമ്പർ ഓഫ് എന്താണ് പോസിറ്റീവ് റിയൽ വാല്യൂസ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1 എന്ന് കിട്ടും. അതാണ് ഈ പറഞ്ഞിരിക്കുന്ന ആൻസർ എന്ന് പറയുന്നത്. റെഡിയല്ലേ? റെഡിയല്ലേ? ഇത് മറ്റൊരു ടൈപ്പാണ് നമ്മൾ പറഞ്ഞത്, ശ്രദ്ധിച്ചു കൊള്ളണം. കാരണം ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യനും പോലെ തെറ്റാതെ അവിടെ നിങ്ങൾക്ക് എഴുതാനുള്ള കഴിവ് വേണം. റെഡി? റെഡി? ഇനി മറ്റൊരു സിമ്പിളാണ്, പക്ഷേ 2-3 തവണ ഇതേ പാറ്റേൺ ചോദിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ എടുത്തത്. എ എന്ന് പറഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 5. സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 5 അതാണ് എ പറയുന്നത് അല്ലേ. നോക്കണേ, ഏത് ഫോമിലാണ് വന്നത്? സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 5 അല്ലേ? തീറ്റയുടെ സ്ഥാനത്ത് 5 അല്ലേ ഉള്ളത്? ഈ 5 എന്ന് പറഞ്ഞാൽ -π ലെസ് ദാൻ 5 ലെസ് ദാൻ 2π ആണല്ലോ. -π-ക്കും +2π-ക്കും ഇടയിലല്ലേ ഉള്ളത്. 2π എന്ന് പറയുന്നത് 6 പോയിന്റ് സംതിങ് എന്ന് പറഞ്ഞാൽ ഈ 5 എന്ന വാല്യൂ ഏതിനോടാ ഏറ്റവും അടുത്തിരിക്കുന്നത്? 2π-ക്കല്ലേ അടുത്തിരിക്കുന്നത്? 2πയോട് കൂടിയല്ലേ അടുത്തിരിക്കുന്നത്? ഇതിനല്ലേ അടുത്തിരിക്കുന്നത്? അല്ലടോ, ഇതിലല്ലേ ഏറ്റവും കൂടുതൽ അടുത്തിരിക്കുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തായിരുന്നു കണ്ടീഷൻ പഠിച്ചത്? തീറ്റ നിയറർ ടു ഈവൺ മൾട്ടിപ്പിൾ ഓഫ് ആരാണ്? പൈ അല്ലേ വന്നിരിക്കുന്നത്. അങ്ങനെ വന്നാൽ സൈനിൻ്റെ കേസ് നമ്മൾ എന്താ പഠിച്ചത്? സൈനിൻ്റെ കേസ് നമ്മൾ പഠിക്കുന്നത് തീറ്റ മൈനസ് ദാറ്റ് ഈവൺ വാല്യൂ അല്ലേ. അപ്പോൾ ഇവിടെ എന്താ കിട്ടുക? 5 തീറ്റയുടെ സ്ഥാനത്ത് 5 ഉള്ളത്. അതായത് എ എന്തായിട്ട് മാറും? 5 - 2π എന്ന് കിട്ടും. തീറ്റ നിയറർ ടു ഇവൺ മൾട്ടിപ്പിൾ ആണെങ്കിൽ തീറ്റ മൈനസ് ഇവൺ, തീറ്റ നിയറർ ടു ഓഡ് മൾട്ടിപ്പിൾ ആണെങ്കിൽ ഓഡ് മൈനസ് തീറ്റ. അങ്ങനെയാണ് പഠിച്ചത്. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി? 5 - 2π എന്ന് കിട്ടി. ഇനി ബി അല്ലേ കാണേണ്ടത്? ബി എന്ന് പറഞ്ഞാൽ കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് 5 ആണല്ലോ. എഗെയിൻ 5 ആണ് വന്നത്. π ലെസ് ദാൻ 5 ലെസ് ദാൻ ആരാ? 2π തന്നെയാണ് അല്ലേ. കോസിൻ്റെ കേസാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ഓഡ് മൾട്ടിപ്പിൾ കട്ട് ചെയ്താൽ മതി എന്നല്ലേ നമ്മൾ പഠിച്ചത്. ഓഡ് മൾട്ടിപ്പിൾ കട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ പൈ കട്ട് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന 5ഉം 2π വലുതാരാ? വലുതാരാ? വലുത് എന്ന് പറയുന്നത് 2π ആണ്. അതുകൊണ്ട് എന്ത് എഴുതാ? 2π - 5 എന്ന് എഴുതും അല്ലേ. അപ്പോൾ നോക്കണേ, ഇത് അല്ലാതെ ഗ്രാഫ് വരച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അല്ലേ, ആ ഫിഗർ വരച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷേ ഇതിനൊരു സിമ്പിൾ മെത്തേഡ് ഉണ്ട്, അത് വെച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. സൈനിൻ്റെ കേസ് ആണെങ്കിൽ ആ തീറ്റ എന്ന വാല്യൂ ഏതിനോടാ അടുത്തിരിക്കുന്നത് എന്ന് നോക്കുക. ഇവിടെ ഏത് മൾട്ടിപ്ലൈനോടാ? ഈവൺ മൾട്ടിപ്പിളോടാണ് അടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തീറ്റ മൈനസ് ദാറ്റ് ഈവൺ മൾട്ടിപ്പിൾ അതാണ് ഈ വാല്യൂ എന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് 5 - 2π. ഇനി ഓഡ് മൾട്ടിപ്പിളോടാണ് അടുത്തിരിക്കുന്നതെങ്കിൽ അത് എഴുതുമ്പം ഇങ്ങനെ എഴുതാം, ഓഡ് മൈനസ് ആരാണ്? തീറ്റ. ഇനി കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് തീറ്റ ആണ് കാണേണ്ടതെങ്കിൽ നിങ്ങൾ അത് ഇൻ ബിറ്റ്വീൻ ഏതിനിടയിലാണെന്ന് കണ്ടുപിടിക്കുക. അതിൻ്റെ ഓഡ് മൾട്ടിപ്പിൾ കട്ട് ചെയ്യുക. ഓഡ് മൾട്ടിപ്പിൾ കട്ട് ചെയ്യുക. ബാക്കി എടുത്ത് എഴുതുക. അതിൽ വലുതാരോ മൈനസ് ചെറുത് 2π - 5 അല്ലേ. അങ്ങനെയാണെങ്കിൽ കാണാൻ പറഞ്ഞത് ആരാ? a² + b² ആണ് കാണാൻ പറഞ്ഞത്. a² എന്ന് പറയുമ്പോൾ 5 - 2π ആണ് ഹോൾ സ്ക്വയർ. ഇനിയോ b² എന്ന് പറയുമ്പോൾ എന്താണ്? 2π - 5 ഹോൾ സ്ക്വയർ. ഇതല്ലേ അല്ലേ. ഇത് നിങ്ങൾ ആഡ് ചെയ്യുക, സ്ക്വയർ ചെയ്യുക. സ്ക്വയർ ചെയ്തിട്ട് ആഡ് ചെയ്ത് നോക്കിയാൽ മതി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്, നിങ്ങൾ സിംപ്ലിഫിക്കേഷൻ നിങ്ങൾക്കായിട്ട് വിട്ടുതരുന്നത് 50 എന്ന വാല്യൂ കിട്ടും. 25 50 കിട്ടൂലേ? കറക്റ്റ് ആണല്ലോ. ഇനിയോ 50 എന്ന് കിട്ടും. പിന്നെയോ -40π എന്ന് കിട്ടും. 40π എന്ന് കിട്ടും. കറക്റ്റ് ആണല്ലോ അല്ലേ. 50 കറക്റ്റാണ്. -40π എന്ന് കിട്ടും. 20ഉം -45 എന്ന് കിട്ടും. അതും കറക്റ്റ് തന്നെയാണ്. ഇനി 2π എന്ന് പറഞ്ഞാൽ 4π², 8π² എന്ന് കിട്ടും. ഇതാണ് ആൻസർ കിട്ടുക. ഓപ്ഷൻ ഏതാണ്? 2 ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ 2 ആണ് റൈറ്റ് ആൻസർ. റെഡിയാണോ എന്നൊന്ന് നോക്കിയാണേ. വല്ല സംശയം ഉണ്ടോ എന്ന് വേഗം പറഞ്ഞാണേ. വേഗം ഒന്ന് പരിശോധിച്ചിട്ട് പറഞ്ഞാണേ. റെഡിയല്ലേ?
റെഡി അല്ലേ? എങ്കിൽ അടുത്ത മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നു. മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്. എന്താ പറയുന്നത്? ലെറ്റ് ദി ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ടേക്ക് പ്രിൻസിപ്പൽ വാല്യൂസ്. ദ നമ്പർ ഓഫ് റിയൽ സൊല്യൂഷൻ ഓഫ് ദ ഇക്വേഷൻ. വീണ്ടും നമ്പർ ഓഫ് റിയൽ സൊല്യൂഷൻ. 2 sin inverse x plus 3 cos inverse x equal to 2 pi by 5. എടാ ഇതിനെ എനിക്കിങ്ങനെ എഴുതിക്കൂടെ? 2 sin inverse x പ്ലസ് 3 cos inverse x 2 cos inverse x പ്ലസ് ആരാണെന്ന് എഴുതാ? cos inverse x ആണെന്ന് എഴുതാ, ഈക്വൽ ടു 2 pi by 5 അല്ലേ? അപ്പോൾ 2 sin inverse x പ്ലസ് cos inverse x pi by 2 ആണ്. അപ്പോൾ ഇതെന്ത് കിട്ടും? 2 into pi by 2 എന്ന് കിട്ടും. പ്ലസ് ആരാ? cos inverse x ആണ്, ഈക്വൽ ടു 2 pi by 5 എന്ന് കിട്ടും. റെഡിയാണല്ലോ? 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 അങ്ങനെയാണെങ്കിൽ ഇത് പൈ അല്ലേ കിട്ടുക? cos inverse x എന്തായിട്ട് മാറും? cos inverse x is equal to, നോക്കണേ, cos inverse x is equal to പൈ ഓപ്പോസിറ്റ് സൈഡിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ 2 pi by 5 മൈനസ് പൈ എന്ന് കിട്ടും. അതായത് മൈനസ് 3 pi by 5 എന്ന് കിട്ടും. കോസ് ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറയുന്നത് 0 to പൈ ആണെന്നറിയാം. ഇതിൽ ഈ വാല്യൂ വരുന്നില്ലല്ലോ. വരുന്നുണ്ടോ? മൈനസ് 3 pi by 5 ഈ ഇൻ്റർവെല്ലിൽ വരുമോ? ഇല്ലാലോ. ഡസ് നോട്ട് ബിലോങ്സ് ടു 0 to പൈ എന്ന് പറയാ. അപ്പോൾ അതിൽ മെമ്പർ അല്ലാത്തത് കൊണ്ട് ഇതിന് എന്തില്ല? നോ സൊല്യൂഷൻ. സൊല്യൂഷൻ ഇല്ല. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ആരാണെന്ന് പറയാ? 0 ആണെന്ന് പറയാ. അതാണ് അടുത്തതായിട്ട് ചെയ്ത ക്വസ്റ്റ്യൻ. നമ്പർ ഓഫ് സൊല്യൂഷൻ കാണാൻ മറന്ന് പോകല്ല. റെഡിയാണോ നമ്പർ ഓഫ് സൊല്യൂഷൻ കാണാനുള്ള ക്വസ്റ്റ്യൻസ്? റെഡിയാണോ? റെഡിയാണോ? എങ്കിൽ ഏറ്റവും അവസാനമായിട്ട് ഒരു ക്വസ്റ്റ്യനിലേക്ക് ഞാൻ കടക്കാൻ പോകുന്നു. ഏറ്റവും അവസാനമായിട്ട് അല്ലേ? ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണെന്നോ? അവസാനത്തെ ക്വസ്റ്റ്യൻ എടുക്കണ്ടേ? അപ്പം ഇതെടുക്കല്ലേ? ഇതെടുക്കാം. യെസ് യെസ്, ഇതെടുക്കാം. The value of cot of sigma n equal to 1 to 19 cot inverse of 1 plus sigma p equal to 1 to n 2p. ക്വസ്റ്റ്യൻ കാണുമ്പോൾ വലിയ ക്വസ്റ്റ്യൻ പോലെ ഉണ്ട് അല്ലേ? അപ്പോൾ ഏറ്റവും ഇന്നർ പാർട്ട് കിടക്കുന്ന ഇയാളല്ലേ? ഇയാളല്ലേ ഏറ്റവും ഉള്ളിൽ കിടക്കുന്നത് അല്ലേ? ഇയാളല്ലേ ഏറ്റവും ഉള്ളിൽ കിടക്കുന്നത്? ഇതല്ലേ? ഇതെന്താണെന്ന് ആദ്യം കണ്ടുപിടിച്ചാൽ പോരെ. ഇതെന്താണെന്ന് ആദ്യം കണ്ടുപിടിച്ചാൽ പോരെ എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നു? ഇത് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പോകുന്നു. അതായത് സിഗ്മ എന്താ പറയുന്നത്? പി ഈക്വൽ ടു 1 to n 2p. 2p അല്ലേ? പിക്ക് 1 കൊടുത്താൽ എന്ത് കിട്ടും? 2. അടുത്ത 4 6 എക്സെട്ര എന്ത് കിട്ടും? 2n എന്ന് കിട്ടും. എല്ലാം 2ന്റെ മൾട്ടിപ്പിൾ അല്ലേ? അപ്പോൾ 2 ഇൻറ്റു ഇതിനെങ്ങനെ മാറ്റി ചെയ്താൽ 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര പ്ലസ് n എന്ന് പറയുക. സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പർ എന്നാണ്. അത് കിട്ടുക 2 ഇൻറ്റു n പ്ലസ് 1/2 എന്ന് കിട്ടും. അതായത് 2 കട്ട് ചെയ്താൽ n ഇൻറ്റു n പ്ലസ് 1 എന്ന് കിട്ടും. ഇതാണ് കിട്ടുക. ഇതാണ് കിട്ടുക അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്ന എക്സ്പ്രഷൻ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും? തുടക്കത്തിൽ ആരുണ്ട്? ഒരു കോട്ട് ഉണ്ട്. റെഡിയല്ലേ? തെറ്റിയിട്ടില്ലല്ലോ? ഇല്ല. പിന്നെയോ സിഗ്മയുണ്ട്. എങ്ങനെയാ പോകുന്ന സിഗ്മ? സിഗ്മ n ഈക്വൽ ടു 1 to 19 എന്നാ പറയുന്നത്, 1 മുതൽ 19 വരെ അല്ലേ? ഇനി കോട്ട് ഇൻവേഴ്സ് ഓഫ്, അടുത്തതാരാ? കോട്ട് ഇൻവേഴ്സ് ഓഫ്. ഇനി ആരാ വരുന്നത്? 1 പ്ലസ് അടുത്തതാണ് നമ്മൾ ചെയ്തത്. അതെന്ത് കിട്ടിയിട്ടുണ്ട്? n ഇൻറ്റു n പ്ലസ് 1 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇതാണ് വേണ്ടത്. ഇതാണ് വേണ്ടത് അല്ലേ? ഇനിയോ ഞാനിതിനെ എങ്ങനെ മാറ്റി എഴുതാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ കോട്ട് ഓഫ് അടുത്തതാ സിഗ്മ n ഈക്വൽ ടു 1 to 19 ആണല്ലോ. 1 to 19 ആണല്ലോ അല്ലേ? ഇനിയോ കോട്ട് ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് 1/x ആണല്ലോ അല്ലേ? അങ്ങനെയാണെങ്കിൽ എനിക്കിതിനാ ടാൻ ഇൻവേഴ്സ് ഓഫ് ഇങ്ങനെ എഴുതാ 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് n ഇൻറ്റു n പ്ലസ് 1 എന്ന് എഴുതാം. എഴുതിക്കൂടെ? തെറ്റുണ്ടോ?
ഇല്ലാലോ. അങ്ങനെയാണെങ്കിൽ ഇതിനെ ഒന്നുകൂടി മാറ്റി ചെയ്താൽ കോട്ട് തന്നെയല്ലേ, കോട്ട് ഇൻവേഴ്സ് അല്ലല്ലോ, കോട്ട് തന്നെ. കോട്ട് ഓഫ് സിഗ്മ n ഈക്വൽ ടു 1 to 19 ടാൻ ഇൻവേഴ്സ് ഓഫ്, അല്ലേ, ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാലോ. എങ്ങനെ? n+1 - n ഡിവൈഡഡ് ബൈ 1 + n × n+1 എന്ന് എഴുതാ ഒരു ഇക്വേഷൻ്റെ ഫോമിലേക്ക് കിട്ടി എന്ന് പറയുമ്പോൾ, ഇക്വേഷൻ്റെ ഫോമിലേക്ക് കിട്ടി എന്ന് പറയുമ്പോൾ ഈ എഴുതിയിരിക്കുന്നത് ആരാ? ടാൻ ഇൻവേഴ്സ് ഓഫ് x - y ഡിവൈഡഡ് ബൈ 1 + xy. അത് ടാൻ ഇൻവേഴ്സ് x - ടാൻ ഇൻവേഴ്സ് y ആണല്ലോ. അതുകൊണ്ട് എനിക്കിതിനെ എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും മക്കളെ? ഇസ് ഈക്വൽ ടു കോട്ടാണ് തുടക്കത്തിൽ, ഇൻറ്റു സിഗ്മ n ഈക്വൽ ടു ഇവിടെ 1 to 19 വരാം. ആൻസർ ഒരാൾ പറയുന്നുണ്ട് ഡി ആണെന്ന്, അല്ലേ. ഇതിനെങ്ങനെ മാറ്റി എഴുതാ? ടാൻ ഇൻവേഴ്സ് ഓഫ് n+1 - ആരാണ് ടാൻ ഇൻവേഴ്സ് n എന്ന് എഴുതും, അല്ലേ. ഇനി വാല്യൂ കൊടുത്താൽ പോരെ. വാല്യൂ കൊടുക്കുമ്പോൾ എന്താ കിട്ടുക? കോട്ട് ഓഫ് ആരാ? സമ്മേഷൻ അപ്ലൈ ചെയ്യാൻ പോകുന്ന എന്നിന് ആദ്യം എന്ത് കൊടുക്കണം? 1 കൊടുക്കണം. അപ്പോൾ ടാൻ ഇൻവേഴ്സ് 2 - ടാൻ ഇൻവേഴ്സ് 1. തെറ്റിയിട്ടില്ലാലോ? ഇല്ല. രണ്ടാമത്തെ 2 കൊടുക്കുമ്പോൾ ടാൻ ഇൻവേഴ്സ് 3 മൈനസ് ആര് കിട്ടും? ടാൻ ഇൻവേഴ്സ് 2 എന്ന് കിട്ടും, അല്ലേ. പ്ലസ് എക്സെട്ര അവസാനം n കൊടുക്കും, അല്ല എന്നല്ല 19 ആണ്. കൊടുത്തു കഴിഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് 20 - ടാൻ ഇൻവേഴ്സ് എത്ര കിട്ടും? 19 എന്ന് കിട്ടും, അല്ലേ. ടെലിസ്കോപ്പിംഗ് സീരീസ് ആണല്ലോ, ക്യാൻസലേഷൻ നടക്കുമല്ലോ. അതായത് ഇത് പോയില്ലേ, അടുത്ത പോയി, ലാസ്റ്റ് ഇവിടം വരെ പോകും, 19 വരെ പോകും. അതായത് നിങ്ങൾക്ക് കിട്ടുക കോട്ട് ഓഫ്, അല്ലേ, ഏറ്റവും അവസാനമുള്ളത് ടാൻ ഇൻവേഴ്സ് 20 മൈനസ് ആരാണ്? ടാൻ ഇൻവേഴ്സ് 1. ഇതാണ് നിങ്ങൾക്ക് കിട്ടുക, അല്ലേ. എന്ന് പറയുമ്പം ഇത് വീണ്ടും നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് കിട്ടുക ടാൻ ഇൻവേഴ്സ് ഓഫ് 20 - 1 ഡിവൈഡഡ് ബൈ 1 + 1 × 20 എന്ന് കിട്ടും. അതായത് കോട്ട് ഓഫ് നോക്കണേ, ടാൻ ഇൻവേഴ്സ് ഓഫ് 19 ഡിവൈഡഡ് ബൈ 21 എന്ന് കിട്ടും. വീണ്ടും റെസിപ്രോക്കൽ റൂൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതെന്ത് കിട്ടും? കോട്ട് ഓഫ് എങ്ങനെ എഴുതാ? കോട്ട് ഇൻവേഴ്സ് 21/19 എന്ന് കിട്ടും. അതായത് 21/19 എന്ന് ഫൈനൽ ഔട്ട്പുട്ട് കിട്ടും. 21/19 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ഡി ആണ്. നേരത്തെ ആരോ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, ഓപ്ഷൻ ഡി ആണ്. ഇതാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇതാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് 4 ചാപ്റ്റർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 4 ചാപ്റ്ററിൻ്റെ പ്രത്യേകത ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത ഏരിയയിൽ നിന്ന് മാത്രമേ ക്വസ്റ്റ്യൻ എടുത്തിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളൂ. കാരണം ആ ഏരിയ വിട്ടുകൊണ്ട് പലപ്പോഴും എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാറില്ല. അതുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന ഏരിയയിൽ നിന്ന് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. എന്നിട്ട് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്നുകൂടി നോക്കുക. നമ്മുടെ ലൈവ്, ഇന്നത്തെ ലൈവ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നാളെ എക്സാമുള്ള ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ അവരൊന്നുകൂടി ചെറുതായിട്ട് നോക്കിയിട്ട് നേരെ തന്നെ കിടന്നുറങ്ങുക, അല്ലേ. ഏത് ഷിഫ്റ്റാണോ എന്ന് നോക്കിയൊക്കെ വെച്ചിട്ടുണ്ടാവുമല്ലോ പരീക്ഷാ ഹാളിൽ. ഇത്തിരി നേരെ തന്നെ എവിടെയാണോ എത്ര മണിക്കാണോ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞത് അതിനേക്കാൾ അരമണിക്കൂർ മുന്നേ അവിടെ എത്താൻ ശ്രമിക്കുക. നന്നായിട്ട് വെള്ളം കുടിക്കണം, അല്ലേ. മിതമായിട്ട് ഭക്ഷണം കഴിക്കണം കേട്ടോ, മിതമായിട്ട് ഭക്ഷണം കഴിക്കണം. അപ്പോൾ നല്ല രീതിയിൽ പരീക്ഷ എഴുതാൻ കഴിയട്ടെ. അല്ലാത്ത കുട്ടികളോട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നാളെ എക്സാം നടന്നു കഴിഞ്ഞാൽ വൈകിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഇതേ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി എഴുതാൻ പോകുന്ന മക്കൾ ആ ക്വസ്റ്റ്യനൊക്കെ ഒന്ന് കാണുക, അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രിപ്പയർ ചെയ്യുക. ടീച്ചേഴ്സ് എന്താണോ പറയുന്നത് ആ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അടുത്ത എക്സാം വരാനിരിക്കുന്ന കുട്ടികൾ തയ്യാറെടുക്കുക, അല്ലേ. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്യണം. ഒരു പേടിയും വേണ്ട. പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ, ഇത്ര കാര്യങ്ങൾ എനിക്കറിയാം, ഇത്രയും ഭാഗം ഞാൻ പഠിച്ചിട്ടുണ്ട് എന്ന വിശ്വാസത്തോടു കൂടി പോകുക. അല്ലാതെ ഇനി എനിക്ക് ഇത്ര പഠിക്കാനുണ്ട്, ഇനി എങ്ങനെ ചെയ്യും, എന്ത് ചെയ്യും എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ല. ഫുൾ ആയിട്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് പോകുക. അത് വന്നാൽ ആ പാർട്ട് അല്ലെങ്കിൽ ആ പാർട്ടിലെ അല്ലെങ്കിൽ ആ ഏരിയയിലെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ടെൻഷൻ ഉണ്ടാകാനേ പാടില്ല. ബി പോസിറ്റീവ് കേട്ടോ. എല്ലായ്പ്പോഴും നല്ലത് മാത്രം ചിന്തിക്കുക. കാരണം നാളത്തെ പുലരി അല്ലെങ്കിൽ നാളെ എഴുതാൻ പോകുന്ന മക്കൾക്കുള്ളതാണ്. നല്ല രീതിയിൽ അവർക്ക് എഴുതാൻ പറ്റും. ഇനി വരുന്ന കുട്ടികളും, അതായത് അടുത്ത ദിവസങ്ങളിൽ വരുന്ന കുട്ടികൾക്കും നല്ല രീതിയിൽ എഴുതാൻ പറ്റും. അപ്പോൾ പറഞ്ഞത് മറക്കണ്ട, വെള്ളം നന്നായിട്ട് കുടിക്കണം. പിന്നെയോ ഉറക്കം നന്നായിട്ടുണ്ടായിരിക്കണം. കൂടുതലല്ല,
അല്ലേ? മിതമായിട്ട്. അതേപോലെ ഭക്ഷണം, ഫുഡ് മിതമായിട്ട് മാത്രം കഴിക്കുക. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ ഇന്നത്തെ ലൈവ് ഇവിടെ അവസാനിപ്പിക്കാം. നാളെ വൈകിട്ട് മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യനുമായിട്ട് നമ്മുടെ സൈലം ടീം വരുന്നുണ്ട്. എല്ലാവരും തയ്യാറായിരിക്കുക. എല്ലാവർക്കും അത് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഓക്കെ ഓക്കെ മക്കളെ, എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് ഗുഡ് നൈറ്റ്. കഴിഞ്ഞു. ഒരു സ്റ്റുഡിയോ പോയി ഞാൻ കാണുന്നില്ല. Just